ഇന്നത്തെ പ്രോഗ്രാമുകളിലൂടെ നടക്കുന്നത്. വിശേഷിച്ച് ഈ ആരംഭ നിമിഷത്തിൽ ഈ ഇന്നത്തെ നമ്മുടെ ഗ്യാതറിങ്ങിന്റെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ വിൽസൺ ജോസഫ് ഇതിന്റെ നമ്മുടെ ഡയറക്ടറായിട്ടിരിക്കുന്ന ദൈവത്തിന് ഒരു അനുമോദനം കഴിഞ്ഞ ദിവസം നിങ്ങൾ അറിഞ്ഞതുപോലെ അദ്ദേഹത്തിന് അയാട്ട പല ആഗോളമായിട്ടുള്ള പല കാര്യങ്ങളും പരിഗണിച്ച് അദ്ദേഹത്തിന് ഡോക്ടർ ഓഫ് ഡിവിനിറ്റി എന്നുള്ള ഒരു ആദരവ് ഒരു ഡിഗ്രി നൽകി അദ്ദേഹത്തെ ആദരിക്കുന്നതിനായിരുന്നു. അതിനുശേഷമുള്ള ബൈബിൾ കോളേജിന്റെ ആദ്യത്തെ പ്രോഗ്രാം എന്നുള്ള നിലയിൽ ന്യൂ കമേഴ്സ് എല്ലാം ഉൾപ്പെടെ നമ്മളെല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തെ ആദരിക്കുവാനും അതിനുവേണ്ടി അല്പസമയം ആരംഭത്തിൽ എടുക്കുന്നതിന് ശേഷം തുടർന്നുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ പുറപ്പെടുവാനാണ് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ രാത്രി വളരെ താല്പര്യത്തോടെ കടന്നു വന്നിരിക്കുന്ന സെക്കൻഡ് ഇയേഴ്സ്, ഫസ്റ്റ് ഇയേഴ്സ്, പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. തേടിയവരിലേക്ക് കയറിയവര്, ഫസ്റ്റ് ഇയേഴ്സായിട്ട് ഇപ്പോൾ ചേർന്നവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപ ഈ വർഷം നമ്മുടെ ഈ ക്ലാസ്സുകളിൽ ദൈവം ധാരാളമായി ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ വൈകിയ വേളയിൽ നമ്മൾ ഒരുമിച്ചുകൂടി ആയിരിക്കുമ്പോൾ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്ന ചെയർമാനായിട്ടിരിക്കുന്ന റോയ് ജോർജ്, വർഷിപ്പ് സെന്റർ IPC സഭയുടെ സൂക്ഷിക്കനും അതോടൊപ്പം തന്നെ നമ്മുടെ വർഷിപ്പ് സെന്റർ കോളേജ് ഓഫ് തിയോളജിയുടെ രജിസ്ട്രാറായി ഇതിന്റെ തുടക്കം മുതൽ വളരെ ഉത്സാഹത്തോടുകൂടി വളരെ ക്രമീകൃതമായ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ കർത്താവ് തനിക്ക് കൊടുത്ത കൃപയും തന്റെ കഴിവുകളും ദൈവനാമത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു. ഈ രാത്രിയിൽ അദ്ദേഹം ഇതിന്റെ അധ്യക്ഷനായിരിക്കുന്നു. പ്രിയ ദൈവത്തിനെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഞാൻ ഓർപ്പിച്ചതുപോലെ തന്നെ വർഷിപ്പ് സെന്റർ ഈ വർഷിപ്പ് സെന്ററിന്റെ ചെയർമാൻ, IPC ചർച്ചിന്റെ സീനിയർ വർഷിപ്പ് സെന്റർ IPC ചർച്ചിന്റെ സീനിയർ പാസ്റ്റർ, വർഷിപ്പ് സെന്റർ കോളേജ് ഓഫ് തിയോളജിയുടെ ഡയറക്ടർ, പത്തനംതിട്ട സെന്റർ IPCയുടെ സൂക്ഷികൻ, കർണാടക റീജിയൻ പേട്രൺ, ആ നിലകളിൽ പ്രയോജനപ്പെടുന്നതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ ദൈവമായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും കടന്നുപോയി ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ദൈവവൃത്തിയിൽ തന്നിൽ നിന്ന് ഞാൻ ഈ ദിവസത്തിൽ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു കാര്യം, എത്ര വലിയ തിരക്കുണ്ടെങ്കിലും എനിക്ക് എത്തപ്പെടേണ്ട എല്ലാ സ്ഥാനങ്ങളിലും ഇവനൊരു വിശ്വാസിയുടെ നാട്ടിലേക്ക് പോകുന്ന യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും 99% എന്ന് പറയാം. കാരണം ചിലപ്പോൾ മാനുഷികമായിട്ട് ചിലപ്പോൾ ഒരു ഇത് വന്നാൽ എന്നുള്ളത് ഒഴിച്ചാൽ ഏത് സാഹചര്യത്തിലും ഓടിയെത്തും. ഇപ്പോൾ യുവത്തിലേക്ക് അല്പമണിക്കൂറുകൾക്ക് യാത്ര ചെയ്യാൻ കുടുംബമായിട്ട് പോകാനിരിക്കുന്ന ആളാണ്. എങ്കിലും ദേവദാസൻ നമ്മുടെ കോളേജിന്റെ തുടക്കം എന്നുള്ള നിലയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വരുവാൻ ഇടയായി തീർന്നു. കർത്താവിന്റെ വൃത്തിനെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഈ വർഷിപ്പ് സെന്റർ കോളേജ് അടുത്തതായിട്ട് സ്വാഗതം പറയേണ്ടത് നമ്മുടെ ഹെഡ് ഓഫ് ദ ഫാക്കൽറ്റി. അദ്ദേഹം ഹെഡ് ഓഫ് ദ ഫാക്കൽറ്റി എന്നുള്ള പേര് മാത്രം പറയണമെങ്കിൽ പറ്റത്തില്ല. FDയുടെ ക്ലാസ്സുകൾക്ക് നേതൃത്വം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഈ കോളേജിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി വളരെ നിലവാരമുള്ള നിലയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉത്സാഹത്തോടെ നിലകൊള്ളുന്ന ദൈവദാസനാണ് പാസ്റ്റർ സൈമൺ ചാക്കോ. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ കോർഡിനേറ്റിംഗ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനുള്ള ദൈവം കൊടുത്തിരിക്കുന്ന കൃപ എടുത്തു പറയത്തക്കതാണ്. ഈ രാത്രികാലവും നമ്മളോടൊപ്പം കർത്താവിന്റെ ദാസനായിരിക്കുന്നു. തുടർന്നുള്ള പല കാര്യങ്ങളും താൻ പല ഇൻസ്ട്രക്ഷൻസും നമുക്ക് നൽകുന്നതായിരിക്കും. കർത്താവിന്റെ ദാസനെയും ഈ രാത്രികാലം ഞാൻ ഈ വർഷിപ്പ് സെന്റർ IPC സഭയുടെ അണ്ടറിലാണല്ലോ ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കോളേജ് റൺ ചെയ്യുന്നത് വർഷിപ്പ് സെന്റർ IPC സഭയുടെ അണ്ടറിലാണ്. അതിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ജോസ് ജോൺ, അതുപോലെ മിഷൻ കോർഡിനേറ്റർ ആയിരിക്കുന്ന ബ്രദർ ജോൺസൺ, പ്രിയപ്പെട്ടവരൊക്കെയും ഈ രാത്രി സന്നിഹിതരായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിൽ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. കോളേജ് ഓഫ് തിയോളജിയുടെ പ്രവർത്തനങ്ങളിൽ വളരെ സുഗമമായി മുമ്പോട്ട് പോകുന്നതിൽ ഇതിന്റെ ബോർഡ് മെമ്പേഴ്സായ ചില പ്രിയപ്പെട്ടവരുണ്ട്. പ്രത്യേകിച്ച് ട്രഷറായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന മോൻസ് ബ്രദർ, അദ്ദേഹവും സമയത്ത് കടന്നു വരുവാനിടയായിരുന്നു. പ്രിയപ്പെട്ടവരെയും ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ തേർഡ് ഇയറിലേക്കും സെക്കൻഡ് ഇയറിലേക്കും പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ചെയ്ത പല പ്രിയപ്പെട്ടവർ ഇതിനിടയിൽ വളരെ ഉത്സാഹത്തോടെ അവർക്ക് ഇവിടെ വിട്ടു പോകാൻ പറ്റത്തില്ല എന്നുള്ള ഒരു നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞ കുറച്ച് പേര് വന്നിട്ടുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നവരെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ പകർന്ന് നേതൃത്വം കൊടുക്കുന്ന ജോസ് തോമസ്, അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെയും ശുശ്രൂഷകൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അനുഗ്രഹമാകും. പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു.
പുതിയതായിട്ട് ഈ വർഷം പഠനത്തിന് വേണ്ടി വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തു. മറ്റാരെങ്കിലും പേരെടുത്ത് പറയാനുണ്ടെങ്കിൽ പല ഫാക്കൽറ്റി, ഫാമിലീസ്, പ്രിയപ്പെട്ടവരോ ഉത്തരവാദിത്തപ്പെട്ടവരോ ഒക്കെ ഉണ്ട്. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ, കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവത്തെ ഓർമ്മിച്ച പോലെ അനുമോദന സന്ദേശം നമ്മുടെ ഫാക്കൽറ്റിയുടെ ഹെഡ് ഓഫ് ദ ഫാക്കൽറ്റി സൈമൺ ചാപ്പോ മുമ്പോട്ട് കൊണ്ടുവന്നു. സ്പീച്ച് ഉപയോഗിച്ചുപോലെ നമ്മുടെ ഡയറക്ടർക്ക് കഴിഞ്ഞ ഗ്രാജുവേഷൻ മാറ്റായുടെ ഡോക്ടറേറ്റ് ഇൻ ഡിവിനിറ്റി നൽകി ആദരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കുടുംബം, നമ്മുടെ അവർ ഫാമിലി, ഡയറക്ടറീസ് ഇൻ അവർ ബൈബിൾ കോളേജ് ഫാമിലി, അദ്ദേഹത്തിന് ലഭിച്ചൊരു വലിയ അനുമോദനം, അംഗീകരണം, നമുക്ക് എല്ലാവരുടെ അംഗീകരണം എല്ലാം കൂടെ തൊഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ ദൈവത്തിൽ ഉറപ്പാക്കണം. സ്പീച്ചായിട്ട് നമ്മൾ സൈമൺ ചാപ്പേഷൻ മലയാളക്കരയുടെ ആത്മീയ അന്ധകാരത്തിന് അവധി വരുത്തുവാൻ ദിവ്യ നിയോഗിതനായി ആത്മീയാചാര്യൻ റവറൻ ഡോക്ടർ VT ജോസഫിൽ നിന്ന് നേടിയ ആത്മീയ പൈതൃകം കൈമുതലാക്കി. അറേബ്യൻ മണലാരണ്യം സൃഷ്ടിച്ച മരുഭൂമി ഉപജീവനത്തിന്റെ മരുപ്പച്ച തേടി ഇവിടെ എത്തി. ധർമാധിഷ്ഠിത തൊഴിൽ കൈമുതലാക്കി പ്രവാസ ലോകത്തിൽ മലയാളി വ്യവസായികളിൽ ശ്രദ്ധേയ നേട്ടം കൈവരിച്ചു മുന്നേറവേ ജീവിത ദൗത്യം പ്രേക്ഷിത പ്രവർത്തനമാണെന്ന് തിരിച്ചറിഞ്ഞ് ലാഭമായതിനെ അലക്ഷ്യമാക്കി നിയോഗത്തോടെ ക്രിയാത്മകമായി പ്രതികരിച്ച് പാസ്റ്റർ വിൽസൺ ജോസഫ് പിന്നിട്ട വഴികൾ ഓരോ ആത്മീക പതിതനും പ്രചോദനമാണെന്നതിൽ പക്ഷാന്തരമില്ല. സൗമ്യതയുടെ ആൾരൂപം, പ്രതിസന്ധികളെ നേരിടാനുള്ള കൃപാധിഷ്ഠിത ആർജവം, ദീർഘഭാവി മുൻകൂട്ടി കണ്ടുള്ള ദാർശനിക വീക്ഷണം, ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർമ്മല വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹധാര, സമയത്തും അസമയത്തും സുവിശേഷീകരണത്തിനായി സ്വയം സമർപ്പിതനായ കർമ്മധീരൻ, ഇങ്ങനെ നിരവധിയായ ആത്മീയ സവിശേഷതകൾക്ക് അർഹനായ പാസ്റ്റർ വിൽസൺ ജോസഫ് ഇന്ന് ഇവിടെ നമ്മുടെ ഇടയിൽ നമ്മളിൽ ഒരുവനായി കർത്തൃവേലയിൽ ഉത്സുകനായി കർമ്മപഥത്തിലായിരിക്കുന്നു. തന്നിൽ ദൈവം നിക്ഷേപിച്ച ആത്മീയ തൃഷ്ണ വരും തലമുറയ്ക്ക് കൈമാറുക എന്ന ലക്ഷ്യത്തോടെ ദർശനത്തോടും കൂടി ആരംഭിച്ച വർഷിപ്പ് സെന്റർ കോളേജ് ഓഫ് തിയോളജിയുടെ അമരത്ത് നിൽക്കുമ്പോൾ ഭാരതം ഉൾപ്പെടെ നിരവധി ദേശങ്ങളിൽ താൻ സ്വാധീനിച്ച ഒരു ആത്മീയ പ്രജാവ്യൂഹമുണ്ട് എന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ്. 2015 ജൂൺ രാത്രി 9:45 പാസ്റ്റർ വിൽസൺ ജോസഫിന്റെ ജീവിത പന്താവിൽ മറ്റൊരു നാഴികക്കല്ല് പിന്നിടുകയുണ്ടായി. അതെ, തന്റെ കിരീടത്തിൽ മറ്റൊരു പണ്ടുവൽ. ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ തിയോളജിക്കൽ അക്രഡിറ്റേഷൻ എന്ന ദൈവശാസ്ത്ര കൗൺസിൽ തന്റെ ത്യാഗപൂർണമായ ജീവിതത്തെ ആഴമായി പഠന വിഷയമാക്കി അവർ ഔചിത്യപൂർണമായ ഒരു തീരുമാനത്തിലെത്തുകയും ഡോക്ടർ ഓഫ് ഡിവിനിറ്റി എന്ന ബഹുമാനം നൽകി ആദരിക്കുകയുമുണ്ടായി. ഇന്ന് നാം ഇവിടെ എന്റെ ഫാക്കൽറ്റി and entire student body, all those who are gathering here, please I request you stand on your feet. നാം ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് താളാത്മകമായി കൈയടിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തിനെ മുഴുവനായി ആ വാക്ക് വിളിക്കും. നമുക്ക് ഒരുമിച്ച് കരങ്ങൾ അടിച്ച് താളാത്മകമായി 1, 2, 3, 4. Reverend Dr. Wilson Joseph, you are an inspiration to our world. നമ്മുടെ എല്ലാവരുടെ പേരിൽ ഒരിക്കൽ കൂടെ വിജയാശംസകൾ. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ധന്യമായ രാത്രി നിമിഷങ്ങൾക്കായി നന്ദി. അങ്ങയുടെ ജീവിത യാത്രകൾ, അനുഭവങ്ങൾ തന്റെ ജീവിതത്തിൽ കർത്താവ് ഒത്തിരി നിന്നോന്നതങ്ങളും കൈച്ചുറക്കങ്ങളും ഉണ്ടായിരുന്നെങ്കിലും പൈതൃകമായി ലഭിച്ച ആത്മീയ സത്യത്തിൽ കടിച്ചു നോക്കി പിടിച്ചു നിന്ന് കർത്താവെ സ്തോത്രം, ഇന്ന് താനെത്തിയിരിക്കുന്ന ഈ സ്ഥാനത്ത് ഇനിയും അനേകർക്ക് കർത്താവെ മുതൽക്കൂട്ടാകുവാൻ തന്റെ ജീവിതാനുഭവങ്ങളെ ഉപയോഗിക്കുന്നതിനായി നന്ദി. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ ഭൃത്യന്മാര്, അങ്ങയുടെ വചനത്തെ പഠനത്തിനായി എത്തിയിരിക്കുന്ന ഞങ്ങളെല്ലാവരും ഒരുമിച്ച്
റവറൻഡ് ഡോക്ടർ വിൽസൺ ജോസഫിന്റെ തുടർന്നുള്ള ധർമ്മപദത്തിലെ ധീരമായ സുവിശേഷീകരണത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഒരുമിച്ച് കരങ്ങളെടുത്ത് കർത്താവിനാണ് പറയുന്നത്. നമ്മളുള്ള ബൈബിളിലുള്ള സന്ദേശവലിക്കുകയോ ഈ വർഷത്തെ പ്രാർത്ഥിച്ച് ദൈവത്തിൽ സമർപ്പിക്കുന്ന കഥാവിദാസൻ ഡോക്ടർ വിൽസൺ ജോസഫ് ആയിഷ. ദൈവനാമത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ആയിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പേരിലായിരിക്കുന്ന കർത്താവിൽ യേശുദാസന്മാരെയും റോയ് ജോർജ്, ഡോക്ടർ സൈമൺ ചാക്കോ, ഡോക്ടർ ടൈറ്റസ് ജോൺസൺ, കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങള്, സഹോദരിമാർ, ചെറുതായി ഈ മീറ്റിംഗിന്റെ കോഴ്സിന് വേണ്ടി ചേരുവാൻ വേണ്ടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രമിക്കുന്നു. കഴിഞ്ഞ നമ്മുടെ കഴിഞ്ഞ ദേശത്തെ ഇവിടെ നടന്ന ആ പ്രത്യേക ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാതെ, ഒരിക്കലും പ്രതീക്ഷിക്കാതെ, ഒരിക്കലും ചോദിക്കാതെ ലഭിച്ച ആ വലിയ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത് ദൈവത്താൽ ലഭിച്ചു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എന്നതുപോലെ തന്നെ ഇന്നലെ ഈ സന്ധ്യാസനം കൂടെ കടന്നു വന്നപ്പോൾ ഇന്നത്തെ ഈ പുതിയ ക്ലാസ് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ വേണ്ടി മാത്രം കടന്നു വന്നു. എന്നാൽ ഇങ്ങനെ ഒരു ഫംഗ്ഷനോ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരിക്കലും എന്നോട് ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയായിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഒരു പദവി ലഭിക്കുക എന്നുള്ളതിനേക്കാൾ ദൈവസന്നിധിയിൽ നാം എങ്ങനെയായിരിക്കുന്ന ദൈവസന്നിധിയിൽ അല്പം കൂടെ നമുക്ക് താഴുവാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലുത് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഡിയൽ മോഡി എന്ന കർത്താവിന്റെ ദാസൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം വ്യക്തിപരമായി സുവിശേഷം പറയുക എന്നുള്ളതായിരുന്നു. വലിയ യോഗങ്ങൾ, വലിയ മെഗാ കൺവെൻഷനുകൾ, വലിയ ക്രൂസൈഡുകളൊക്കെയും പുള്ളി ദിനംതോറും നടത്തിക്കൊണ്ടിരുന്നുവെങ്കിലും എല്ലാ ദിവസവും തന്റെ ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു വ്യക്തിയോടെങ്കിലും സുവിശേഷം പറയാം. പേഴ്സണൽ ഇവാഞ്ചലിസം. അതിന് വളരെ ഊന്നൽ കൊടുത്തൊരു വ്യക്തിയായിരുന്നു പേഴ്സണൽ ഇവാഞ്ചലിസം. കാരണം ഒരു കാര്യം എനിക്ക് മനസ്സിലായി, വ്യക്തിപരമായി സുവിശേഷം പറയുന്നതിനേക്കാൾ വലുതായിട്ട് മറ്റൊന്നുമില്ല. ഒരു വ്യക്തിയെ നേടുവാൻ കഴിയുന്നത് വളരെ വലുതാണ് എന്ന് തന്റെ ജീവിതത്തിൽ താൻ ഉറപ്പിച്ച ഒരു വ്യക്തിയായി. ഏത് യോഗങ്ങൾക്ക് കടന്നു വന്നാലും തനിക്ക് കിട്ടുന്ന സമയമനുസരിച്ച് ഒരു വ്യക്തിയോടെങ്കിലും ഒരു ദിവസം സുവിശേഷം പറയണം. അങ്ങനെ ഈ കഥാകഥാർത്ഥന ഒരു വലിയ ക്രൂസൈഡ് നടത്തി കഴിഞ്ഞതിന് ശേഷം വളരെ ക്ഷീണിതനായി, വളരെ ലേറ്റായി താൻ പാർക്കുന്ന ഹോട്ടലിലേക്ക് കടന്നു വന്നു. അവിടേക്ക് കടന്നു വന്ന് സമയം നോക്കിയപ്പോൾ വളരെ അർദ്ധരാത്രിയായി. രാത്രി 12 മണി കഴിഞ്ഞു, ഏതാണ്ട് 1 മണിയോളം ആകുന്നു. ഇന്നിനിയും ഞാൻ ചെന്ന് ആരോട് എവിടെ ചെന്ന് സുവിശേഷം പറയുവാനാണ് എന്നുള്ള ചിന്ത തന്റെ ജീവിതത്തിൽ വന്നു. എങ്കിലും ഡിയൽ മോഡി ഒരു കാര്യം മനസ്സിലാക്കി, ഇന്ന് ഞാൻ സുവിശേഷം പറഞ്ഞില്ല എങ്കിൽ പക്ഷെ നാളെ ഒരു അവസരം എനിക്ക് അതിനു വേണ്ടി ലഭിക്കുമെന്ന് എനിക്ക് പറയുവാൻ കഴിയില്ല. അതുകൊണ്ട് എത്ര ലേറ്റ് ആയാലും ഒരാളോടെങ്കിലും ഞാൻ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് പങ്കുവെക്കും, ഷെയർ ചെയ്യും എന്നുള്ള ചിന്തയിൽ താൻ പാർക്കുന്ന ഹോട്ടൽ മുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ആ അർദ്ധരാത്രിയിൽ നടു റോഡിലൂടെ മുമ്പിലേക്ക് പോകുമ്പോൾ ഒരു വ്യക്തി പോലും വരുവാൻ സാഹചര്യമില്ലാത്ത ഒരു സമയം. അങ്ങനെ അർദ്ധരാത്രിയിൽ നടു റോഡിലൂടെ മുമ്പോട്ട് കടന്നു പോയപ്പോൾ മദ്യപിച്ച് യാതൊരു രീതിയിലും അല്ലെങ്കിൽ റോഡിൽ കൂടെ നടന്നു വരുന്ന വരവ് കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നേരിടുവാൻ ഉള്ള ധൈര്യം ആർക്കുമില്ല എന്നുള്ള ചിന്തയിൽ മദ്യപിച്ച് മദ്യത്തിന്റെ പൂർണ്ണ ലഹരിയിലായിരിക്കുന്ന ഒരു വ്യക്തി തനിക്ക് മുമ്പായി നടന്നു വരുന്നു. എങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ ഞാൻ ഈ വ്യക്തിയോട് സുവിശേഷം പറയുമെന്നുള്ള ആഗ്രഹത്തിൽ താൻ മുമ്പിലേക്ക് കടന്നു എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു, ഈ ആളിനെ എതിർത്ത് വന്ന ആ വ്യക്തിയുടെ മുമ്പിൽ ചെന്ന് എന്ന് പറഞ്ഞു, സഹോദര, യേശുവിനെ സ്നേഹിക്കുന്നു. ഈ വ്യക്തി വളരെ മദ്യപിച്ച് കടന്നു വരുന്ന ഈ വ്യക്തി വളരെ ദേഷ്യം തോന്നി. ഈ വ്യക്തിയോട്, ഈ കടന്നു വന്ന വ്യക്തി വളരെ ദേഷ്യം തോന്നി ചോദിച്ചു, ഈ അർദ്ധരാത്രിയിൽ
ഈ ആരവില്ലാത്ത അർദ്ധരാത്രിയിൽ എന്നോട് യേശുവിനെ കുറിച്ച് പറയുവാൻ നീ ആരാണ്? അദ്ദേഹം കേട്ടിട്ടുണ്ട്, ഒരു മുമ്പിൽ വളരെ നാളുകളായി കേട്ടിട്ടുണ്ട്, D.L. മൂഡി എന്ന സുപ്രസിദ്ധ സുവിശേഷനെ കുറിച്ച് കേട്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, നീ ആരാണ്? D.L. മൂഡിയാണോ എന്ന് ചോദിച്ചു. കളിയാക്കി ചോദിച്ചതാണ്. ഈ അർദ്ധരാത്രിയിൽ എന്നോട് സുവിശേഷം പറയുവാൻ നീ ആരാണ്? D.L. മൂഡിയാണോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് പറഞ്ഞു, അതേ സഹോദര, ഞാൻ തന്നെയാണ് D.L. മൂഡി. പെട്ടെന്ന് D.L. മൂഡിയുടെ മുമ്പിൽ മുട്ടുകൂട്ടി, കൈകൊപ്പി എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത്, പിൽക്കാലത്ത് D.L. മൂഡിയുടെ ടീമിലെ ഏറ്റവും വലിയ അറിയപ്പെട്ട പ്രശസ്തനായിട്ടുള്ളൊരു സുവിശേഷകനായി ഈ മദ്യപാനിയായ വ്യക്തി മാറിയെങ്കിൽ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ചിലരോട് സുവിശേഷം പറയുവാൻ, ചില വ്യക്തികളെ നേടുവാൻ, ചിലരെ ദൈവത്തിലേക്ക് ആദായപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ MDU, നമ്മുടെ PTH അത് പഠിച്ചൊരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനേക്കാൾ ഞാൻ മനസ്സിലാക്കുന്നു ലഭിക്കണ്ട എന്നല്ല പറഞ്ഞത്. തീർച്ചയായിട്ടും ദൈവം നമ്മെ അതിലേക്ക് കൊണ്ടുവരുമ്പോൾ ചിലരോട് സുവിശേഷം പറയുവാൻ, ചിലരോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ, അതിനുള്ള കഴിവ് കർത്താവ് നമുക്ക് തരേണ്ടത് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിന് വലിയ കഴിവിന്റെ ആവശ്യമില്ല. ഈ വലിയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ, കർത്താവെ എനിക്ക് വലിയ, ഞാൻ കഴിവുള്ള വ്യക്തിയല്ല, എനിക്ക് വലിയ കഴിവില്ല, ഇതൊന്നും കഴിവെന്ന് ദൈവത്തിനൊരു വിഷയമല്ല. ഒന്ന് വരുന്ന 2-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 1 Corinthians chapter 2 verse 2. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു, ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ആരാണ് ഈ പറയുന്നത്? അപ്പോസ്തലനായ പൗലോസ്. എങ്ങനെയുള്ള വ്യക്തിയാണ് പൗലോസ് എന്ന് നമുക്കറിയാം. ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ച പൗലോസ് അക്കാലത്തെ ഏറ്റവും പണ്ഡിതനായിരുന്ന വ്യക്തിയായിരുന്നു. റോമ പൗരനായിരുന്നു. റോമ പൗരൻ ഏറ്റവും പണ്ഡിതനായിട്ടുള്ളൊരു വ്യക്തി. അക്കാലത്ത് ആരെങ്കിലും ഇങ്ങനെയുള്ള ന്യായപ്രമാണവുമായിട്ടുള്ള വിഷയത്തിൽ തർക്കിക്കുവാൻ കൊണ്ടുവന്നാൽ അവരെ നേരിടുവാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി ആ രാജ്യത്ത്, ആ ദേശത്ത് മറ്റാരുമില്ലായിരുന്നു. അത് പൗലോസായിരുന്നു. താൻ ശൗലായിരുന്ന സമയത്ത് തന്നെ ജയിപ്പാനായിട്ട് ആരുമില്ല. ഗമാലിയേൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ പണ്ഡിതന്റെ കാൽക്കീഴിൽ നിന്ന് പഠിച്ച് പ്രാപിച്ച് അല്ലെങ്കിൽ പല ബിരുദങ്ങൾ നേടിയ ശക്തനായിട്ടുള്ള വ്യക്തി, വലിയ കുടുംബ മാഹാത്മ്യം പറയുവാനുള്ള വ്യക്തി, വലിയ കുടുംബ ശ്രേഷ്ഠത പറയുവാനുള്ള വലിയ ധനവാനായ വലിയ ശക്തനായ അങ്ങനെയുള്ള വ്യക്തി പറയുകയാണ്, ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. എബ്രായ ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്ന, ലാറ്റിൻ ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്ന അങ്ങനെയുള്ള വ്യക്തി സകല ഭാഷകളും ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുവാൻ പൗലോസിനെ പോലെ വേറൊരാളില്ല. എന്നാൽ ഒരു കാര്യം എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഈ പൗലോസിനെ അപ്പോസ്തലനായി നിയമിച്ചു. പിൽക്കാലത്ത് അപ്പോസ്തലനായി നിയമിച്ചപ്പോൾ പൗലോസിനെ എവിടെയാണ് നിയമിക്കേണ്ടത്? ആർക്കും ഒരു സംശയവുമില്ല. എവിടെയാണ് ഈ പൗലോസിനെ നിയമിക്കേണ്ടത്? തീർച്ചയായിട്ടും യെരുശലേമിൽ തന്നെയാണ് പൗലോസിന്റെ ശുശ്രൂഷ എന്ന് പലരും വിചാരിച്ചു. കാരണം അത്ര വലിയ ശക്തന്മാര്, വലിയ പണ്ഡിതന്മാരുള്ള മറ്റെങ്ങുമില്ല. യെരുശലേമിൽ തന്നെ പൗലോസിനെ ശുശ്രൂഷനാക്കി നിയമിക്കണം എന്ന് പലരും ആഗ്രഹിച്ചു, പലരും ചിന്തിച്ചു. ചിലർ പറഞ്ഞു, അല്ല, ഏതൻസിലാക്കണം. ഏതൻസ് എന്ന് വെച്ചാൽ ഗ്രീക്ക് ഫിലോസഫീസ് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. ഏറ്റവും തത്വചിന്തകന്മാരുള്ള, ഗ്രീക്കിലെ ഏറ്റവും പണ്ഡിതന്മാരുള്ള തത്വചിന്തകന്മാരുള്ള സ്ഥലത്ത് പൗലോസ് അല്ലാതെ മറ്റേ ആരാണ് പോകുന്നത്? പൗലോസിനെ അവിടെ തന്നെ ആക്കണം എന്ന് ചിലർ ചിന്തിച്ചു. എന്നാൽ പൗലോസ് പോയത് എവിടേക്കാണെന്ന് നമുക്കറിയാം. ബർബരന്മാരുടെ അരികിലേക്ക്, ബാർബേറിയൻ, ഭാഷ അറിയാത്ത ആൾക്കാരുടെ അരികിൽ, യാതൊരു പാണ്ഡിത്യവുമില്ലാത്ത, യാതൊരു അറിവുമില്ലാത്ത, ജീവിതത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാരുടെ അരികിലേക്കാണ് പൗലോസ് ദൈവവചനവുമായി കടന്നുപോയത്. എന്താണ് ഇതിന്റെ അർത്ഥം? ഞാൻ പറയട്ടെ, നമ്മുടെ കഴിവല്ല ദൈവത്തിന് വേണ്ടിയത്, നമ്മുടെ പ്രാർത്ഥിയല്ല ദൈവത്തിന് വേണ്ടിയത്. ഒരു കാര്യം ദൈവസന്നിധിയിൽ ഞാൻ ഓർമ്മിക്കട്ടെ, താഴ്ചയിൽ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവത്തെയാണ് നാം
സേവിക്കുന്നത്, നാം ഉള്ളവരെന്ന് ദൈവത്തിന് അത് വിഷയമല്ല. നമ്മുടെ പാണ്ഡിത്യം ദൈവത്തിന് വേണ്ട, നമ്മുടെ കഴിവ് ദൈവത്തിന് വേണ്ട. ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളെ ഉപയോഗിക്കുവാൻ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ഉപയോഗിക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. ഒരു കാര്യം മാത്രം നാം ചിന്തിച്ചാൽ മതി, ദൈവസന്നിധിയിൽ കർത്താവേ എന്നെ ഉപയോഗിക്കണമേ എന്ന് മാത്രം നാം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ കഴിവല്ല ദൈവത്തിന് വിഷയം, നമ്മുടെ കഴിവ് ദൈവത്തിന് വേണ്ട, നമ്മുടെ ശക്തി ദൈവത്തിന് വേണ്ട. മോശയോട് ഒരിക്കൽ ചോദിച്ചു, മോശ എന്തുണ്ട് നിന്റെ പക്കൽ? കേവലം മോശയുടെ പക്കൽ ഒരു വടി മാത്രം, അത് നിസ്സാരമായിട്ടുള്ളൊരു വടി. അത് താഴെ ഇടുവാൻ പറഞ്ഞു. താഴെ ഇട്ടപ്പോൾ പെട്ടെന്ന് മോശ ഭയപ്പെട്ട് പുറകോട്ട് പോയി. മോശയോട് പറഞ്ഞു, പേടിക്കണ്ട, തിരികെ അത് എടുക്കുവാൻ പറഞ്ഞു. തിരികെ എടുക്കുവാൻ പറഞ്ഞപ്പോൾ ആ വടി മാറി, അത് ദൈവത്തിന്റെ വടിയായി മാറി, അത് അത്ഭുതത്തിന്റെ വടിയായി മാറി. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഈ തലമുറയിൽ ഒരു അത്ഭുതത്തിന്റെ ഉപകരണമാക്കി കർത്താവേ എന്നെ മാറ്റേണമേ. എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും, എത്ര പേർ ആഗ്രഹിക്കുവാൻ കഴിയും, കർത്താവേ എനിക്ക് കഴിവില്ല, എനിക്ക് വലിയ ലോകം ചിന്തിക്കുന്ന രീതിയിലുള്ള ഒന്നുമില്ല, എന്നാലും ഒരു അത്ഭുതത്തിന്റെ ഉപകരണമാക്കി എന്നെ ഒന്ന് മാറ്റണമേ എന്നൊരു സമർപ്പണത്തിന്റെ വാക്ക് നമുക്ക് പറയുവാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലുത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നതെന്ന് അറിയുന്ന ഞാൻ ആരെ വിശ്വസിച്ചിരിക്കും. ഇന്ന് രാത്രി ഇവിടെ വന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും പറയുവാൻ കഴിയണം, എന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് അറിയുന്നു, അവനെന്റെ ഉപനതി ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആ ഉറപ്പ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. BTHന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവർ, MDയുടെ ക്ലാസ്സിൽ പഠിക്കുന്നവർ, ആദ്യമായി പുതുതായി പഠിക്കുവാൻ വേണ്ടി കടന്നു വന്ന പ്രിയപ്പെട്ടവർ, ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യ പദവിയാണ്. ഒരുപക്ഷെ പലർക്കും ഇങ്ങനെ ഒരു അവസരം ലഭിക്കുകയില്ല, പലർക്കും ഇങ്ങനെ ഒരവസരം ലഭിക്കുകയില്ല. നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ഈ അവസരം ദൈവത്തിന് വേണ്ടി ഉപയോഗിപ്പാൻ, ദൈവത്തിന് വേണ്ടി ഉപയോഗിപ്പാൻ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകൾ അടയ്ക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുകയാണ്. ഈ വർഷത്തിന്റെ ആരംഭ ദിവസം എന്ന് വെച്ചുള്ള കർത്താവെ, ഞങ്ങളത് മനസ്സിലാക്കുന്നു. ഈ ബൈബിൾ കോളേജ് ആരംഭിക്കുന്ന ആരംഭ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അവിടുത്തെ വ്യക്തമായ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദിനങ്ങളാക്കി മാറ്റണമേ. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ദിനങ്ങളാക്കി മാറ്റണമേ. ഇന്നിവിടെ ആരംഭിക്കുന്ന ഈ പുതിയ അധ്യയന വർഷം കർത്താവെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, അത് ദൈവനാമത്വത്തിന് കാരണമായി തീരുവാൻ, കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, വരുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, അവർ പഠിക്കുന്ന കാര്യങ്ങൾ, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സകലതും ദൈവനാമത്വത്തിന് മാത്രം കാരണമായി തീരണമേ. വലിയ ദൈവപ്രവൃത്തി ഇതിലൂടെ വെളിപ്പെടണമേ. അനേകരെ ദൈവരാജ്യത്തിലേക്ക് നേടുവാൻ കർത്താവെ ഞങ്ങളെ വിളിച്ച വിളിയുടെ ശ്രേഷ്ഠത എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി ശക്തമായി പ്രവർത്തിപ്പാൻ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ മിടുക്കല്ല കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ സമർപ്പണമാണ് ഞങ്ങളെ കാണുന്നത്. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി അത് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് സമർപ്പിക്കപ്പെട്ടവരായി ആ പൗലോസിനെ പോലെ ജീവിതം തന്നെ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരായി തീരുവാൻ, അത് മുഖാന്തരം അനേകരെ ദൈവരാജ്യത്തിലേക്ക് നേടുവാൻ, ദൈവരാജ്യത്തിന്റെ അന്തസ്സത്ത എന്താണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ ഇവിടെ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ അധ്യയന വർഷം ഏറ്റവും അനുഗ്രഹത്തിന്റെ വർഷമായി മാറണമേ. വലിയ ദൈവകൃപ ചൊരിയപ്പെടുന്ന വർഷമായി തീരണമേ. കടന്നു വരുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ, അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യ പദവിയാണെന്ന് അവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ സ്വർഗം കൃപ ചെയ്യണമേ. ഫാക്കൽറ്റീസിനോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവർ ദൈവകൃപയിൽ നിറഞ്ഞു നിന്ന്, അവർ ആത്മാവിൽ നിറഞ്ഞു നിന്ന് ദൈവവചനം സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി ഈ ഹോളിൽ ഒഴുകണമേ, ഈ ഹോളിൽ വ്യാപരിക്കണമേ. വലിയ ആത്മസാന്നിധ്യത്താൽ കർത്താവേ ഈ ഒരു വർഷം നിറയപ്പെടണമേ. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ.
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നവയുണ്ടായി കേൾക്കണമേ. എല്ലാ ദൈവങ്ങളും ദൈവത്തിൽ ഇരിക്കണം. എല്ലാവരെയും ഓർത്തുവിനെ ഞാൻ ദൈവത്തെ ഓർക്കപ്പെടുത്തുന്നു. നമ്മുടെ ഫാക്കൽറ്റീസിനെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ ബൈബിൾ കോളേജിന്റെ വളർച്ച, നമ്മുടെ ബൈബിൾ കോളേജിന്റെ എല്ലാത്തിന്റെയും അതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ഒരു ദാസന്മാരെ, അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെങ്ങനെയുള്ളവരാണ് എന്നുള്ളതനുസരിച്ചായിരിക്കും ഒരു ബൈബിൾ കോളേജിന്റെ വളർച്ച, ബൈബിൾ കോളേജിന്റെ ആത്മീയമായിട്ടുള്ള അനുഗ്രഹം. അവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവിനെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ അല്പസമയത്തിന് ശേഷം ഞാൻ കുടുംബം USA പോവുകയാണ്. അമേരിക്കയുടെ പല വിവിധ സ്ഥലങ്ങളിൽ കടന്നു പോകേണ്ടതുണ്ട്. അമേരിക്കയിൽ അവിടെ എന്ന് പറയുന്ന കോൺഫറൻസ്, IBCയുടെ ഫാമിലി കോൺഫറൻസ്, അത് കഴിഞ്ഞിട്ട് കാനഡയിലും 3 ആഴ്ചയിലധികം കൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന അപേക്ഷിക്കുന്നു. കർത്താവ് നിങ്ങളെ വരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ബൈബിൾ കോളേജിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന വിലപ്പെട്ടതാണ്. കർത്താവ് വരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Praise God. They call him Jesus. He came to love. Be like He lives and died. To love my heart and empty grave is better through my Savior lives. They call me live. I can face it tomorrow. Because He lives, all fear is gone. Because I know, yes I know, He holds my future, and life is worth living just because He lives. I wait to know a newborn baby, and peace and calm. And joy, but greater the calm assurance this child can take a certain place because He lives, because He lives. I can take it tomorrow because He lives. All fear is gone. Because I know, yes I know, He holds my future, and life is worth living just because He lives, because He lives. I can take it tomorrow, because He lives. All fear is gone, because I know, yes I know, He holds my future, and life is worth living just because He lives, and life is worth living just because He lives. Thank you. Introduction.
അദ്ദേഹമാണ് പുതുതായിട്ട് വന്ന പ്രിയപ്പെട്ട പ്രത്യേകിച്ച് ഇൻട്രഡക്ഷനാണ്. പുതുതായിട്ട് ഇന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരെ BGH MDവന് അഡ്മിഷൻ എടുത്ത പ്രിയപ്പെട്ടു. നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ BGH കോഴ്സാണോ MD കോഴ്സാണോ, നിങ്ങളുടെ നാട്ടിലെ സ്ഥലം, അതുപോലെ ഇവിടുത്തെ ഏത് ചർച്ചിന്റെ ബേസ് ആണോ പറയുകയാണെങ്കിൽ പെട്ടെന്ന് അത്രയും കാര്യങ്ങൾ അറിയാൻ നന്നായി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇരിക്കാവുന്നതാണ്. പേര്, നാട്ടിലെ സ്ഥലം, ഇവിടുത്തെ ചർച്ച്, BGH MD കോഴ്സ് ഫ്രണ്ടിൽ അങ്ങോട്ട് ഇവിടെ കാണാം. അങ്ങോട്ട് തിരിഞ്ഞെടുത്തത് അപ്പൊ എല്ലാവരും കാണാൻ പരിചയപ്പെട്ടിരിക്കാൻ വേണ്ടി. പേര് സജോനാണ്. ഞാൻ നാട്ടില് കൊല്ലം സജോ തോമസ്, നാട്ടില് കൊല്ലം കുണ്ട്രയിൽ നിന്നാണ്. ഇവിടെ നവജീവൻ ഹോസ്പിറ്റലിലാണ് അറ്റൻഡ് ചെയ്യുന്നത്. വൈകിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. MDയിലാണ് ജോലി ചെയ്യുന്നത്. ജോൺ മറീസ്, നാട്ടില് അടൂര്. ഇവിടെ ഫാമിലിയായിട്ട് താമസിക്കുന്നത്. ജോലി ജബലന്തിയില് MDയില് ജോലി ചെയ്തു. എൻ്റെ പേര് സോനു വർഗീസ്. ഞാൻ ഫിറോസ് എന്നാണ് വരുന്നത്. ഇവിടെ ഷാർജ വർഷിപ്പ് സെന്ററിൽ ആരാധനയ്ക്ക് വരുന്നു. MDയില് ജോലി ചെയ്തു. എൻ്റെ ചർച്ചാണ് എൻ്റെ പേര് പ്രശാന്ത് എന്നാണ്. ഞാനും സഹോദരനും ഒരുമിച്ച ഒരു ചർച്ചയ്ക്ക് പോകുന്നതാണ്. വിനയാസ് ചർച്ച. ഞാൻ നാട്ടിൽ തൃശ്ശൂരാണ്. ഇവിടെ ഷാർജയിൽ തന്നെ വർക്ക് ചെയ്യുന്നു. ഫാമിലി ഉണ്ട്, വൈഫ് വർക്ക് ചെയ്യുന്നില്ല. കുടുംബമായിട്ട് ഇവിടെ സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്രാവശ്യം MDയില് ജോയിൻ ചെയ്യുന്ന സഹായം. എൻ്റെ പേര് ജീൻ ജോസ്. ഞാൻ നാട്ടിൽ ട്രോണ്ടമാണ്. ഇവിടെ ഞാൻ ICC ഹോസ്പിറ്റലിൽ ആരാധനയ്ക്ക് കൊടുന്നു. ഞാൻ BGH ജോയിൻ ചെയ്തു. എൻ്റെ പേര് ജോയ്മൻ PM. ഞാൻ നാളാണ് കരാമിലുള്ള ഇവിടെ ഞാൻ BGH തിരുവനന്തപുരം. എൻ്റെ പേര് ഷാജി നൈന. ഞാൻ ICC വർഷിപ്പ് സെന്ററിന്റെ മെമ്പറാണ്. നാട്ടില് കോട്ടയം ജില്ലയിലെ കങ്ങരയായിരുന്നു കുടുംബമായുണ്ടായി. BGHന് മഹത്വം. എൻ്റെ പേര് പ്രിൻസ് ജോസഫ് തോമസ്. ഞാൻ നാട്ടിലെ ചങ്ങനാശ്ശേരിയാണ്. ഇവിടെ ദുബൈ ഫെഡറൽ അസംബ്ലീസ് ഓഫ് ചർച്ചിലെ മെമ്പറാണ്. എൻ്റെ വൈഫ് കടന്നു വന്നിട്ടുണ്ട്. വൈഫിൻ്റെ പേര് അശ്വതി ഫിലിപ്പ്. പാലക്കാടാണ്. MDയില് ഒരുമിച്ച് ജോലി ചെയ്തിരിക്കുന്നു. അവരുടെ പ്രാർത്ഥിക്കണം. സ്വാതന്ത്ര്യം. എൻ്റെ പേര് ബിജു മുരുകേഷ്. നാട്ടിൽ കൊട്ടാരക്കരയായിരിക്കുന്നു. ഞാൻ ഇവിടെ ജീവിക്കും സഭയിൽ ഒരു ശാസ്ത്രമാണ്. ഞാനിപ്പോൾ BGH. ദൈവനാമത്തിന് ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സാബു കജോൺ. എൻ്റെ സ്വദേശം ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഞാൻ നവജീവൻ ഗോസ്പൽ ചർച്ചുമായി ബന്ധപ്പെട്ട് പോകുന്നു. നിങ്ങളെല്ലാവരും, ഞാൻ BGHന് ചേർന്നിരിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് ബിനോയ് പുന്നൂസ്. ഞാൻ ഈ വർഷം BGHന് ചേർന്നിരിക്കുന്നു. നാട്ടിൽ കോട്ടയത്താണ് എൻ്റെ വീട്. ഇവിടെ ഷാർജ സിറ്റി AG ചർച്ചിൽ ഉൾപ്പെട്ടു. എൻ്റെ പേര് ജയൻ ജി തോമസൻ. നാട്ടിലെ സ്വദേശം കോട്ടയമാണ്. ഇവിടെ ദുബൈയിലെ കല്ലുമലത്തിൽ BGH
ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഷാജൻ ബേബി എന്നാണ്. ഞാൻ ദുബായ് ചർച്ചിലെ ചർച്ച് ബോർഡിലെ മെമ്പറാണ്. നാട്ടിലെ IPCയിലെ മെമ്പറാണ്. തിരുവല്ല IPCയിലെ മെമ്പറാണ്. BTH ഞാൻ ചോദിച്ചു. ഈ സവർമ്മയുടെ ഭാഗത്ത് പുതുതായിട്ട് നിന്ന് അഡ്മിഷൻ എടുത്താൽ എൻ്റെ പേര് പത്രോസ് എന്നാണ്. ഞാൻ തൃശ്ശൂർ സ്വദേശിയാണ്. പാസ്റ്റർ സമയപ്പെടുന്നു. പഠിക്കാനായിരിക്കുന്നു. എൻ്റെ വൈഫ്, എൻ്റെ മകൻ, പഠിപ്പാൻ ആഗ്രഹിച്ചു. എന്താണ് എന്റെ പേര് ജസൻ ജീസ. നാട്ടില് 14 ഇവിടെ ഞങ്ങൾ ആരാധിക്കുന്നു. BTH കോഴ്സിന് ജോയിൻ ആഗ്രഹിക്കുന്നു. ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെല്ലാം പ്രാർത്ഥിച്ചു. എന്റെ പേര് റാണി വർഗീസ്. ഞാൻ നാട്ടില് കോഴഞ്ചേരി മാരാമണ്ണാണ്. ഇവിടെ സെന്റ് മൈക്കിൾ കാത്തലിക് ചർച്ചിലെ ഇടവാംഗമാണ്. ഞാൻ BTHന് ചേർന്നിരിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്റെ പേര് ലൈലാമ. ഞാനിവിടെ സ്വദേശം വാങ്ങി My name is Bobby. I am attending the IPC Worship Center. I am staying in Uruguay and I joined for it. It's not IPC show over Baby Abraham. IPC Worship Center member ആണ്. നാട്ടിലെ ടൊറാൻഡോ ആണ്. And this course in join സൗകര്യമായ ഭാഗത്ത് ഞാനോട് പുതുതായിട്ട് വന്നപ്പോഴേ അവസരം തരികയാണ്. തന്നെത്താൻ പരിചയപ്പെടുത്താണ് മൈക്കിൽ വാങ്ങിച്ചോളൂ. BTHന് ജോയിൻ ചെയ്ത പ്രിയപ്പെട്ടതാണ്. ബാക്കിയുള്ള പേര്, നാട്ടിലത്തെ സ്ഥലം, പുതിയത് ചർച്ചുമായിട്ട് ബന്ധരായിരിക്കും. എൻ്റെ പേര് ബിബിൻ എന്നാണ്. ഞാൻ ഇവിടെ ഷാർജ IPC ചർച്ച് വർഷ സെന്ററിൽ തന്നെ ഒരു കൂട്ടായ്മ കൂടി വരുന്നു. നാട്ടിലെ സ്ഥലം കോട്ടയം ജില്ലയിൽ മുങ്ങാണ്. പുതുതായിട്ട് ജോയിൻ ചെയ്ത് എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. പുതുതായിട്ട് ജോയിൻ ചെയ്ത് പുതുതായിട്ട് കടന്നു ദയവായിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം. BTH MDA students, please make sure that your names and the numbers are given there in order to contact you in case of any requirement. പേരും നമ്പരും കൊടുത്തിട്ടേ റിമൈൻഡ് ചെയ്യുന്നു. Praise the Lord. My name is Arun. I am the member of the Church Sergeant. I have joined NTU. For the qualification, I would like to know the Word of God. Each and every Word of God, the Bible. That is what my aim. I am not looking for the qualification. I would like to learn the Word of God. Pray for me. Thank you. Of course, പുതിയ admission, I think it's more than 20-25. Reaching something 25. It's a very good start. Becoming the few days also to the admission will be continuing. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്ത് കാണുന്ന ഈ ഓർഡർ ഈ പുതുതായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ കരങ്ങൾ അടിച്ച് നമ്മുടെ മേൽ പോയി സർട്ടിഫിക്കറ്റിനേക്കാളുപരി ദൈവത്തിന്റെ വചനം പഠിച്ച് നിങ്ങളിൽ ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്ന ദൈവത്തിന്റെ വചനം യു ഹാവ് ടു ട്രാൻസ്ഫർ ഇറ്റ് ടു സംബഡി എൽസ്. എന്നാൽ മാത്രമേ അത് പൂർത്തീകരണം വരും. ബൈബിൾ കോളേജ് പഠിച്ചെങ്കിൽ നിങ്ങൾ പ്രാപിച്ച വചനം ചിലർക്ക് അത് ട്രാൻസ്ഫർ മറ്റേ ഏൽപ്പിക്കുമ്പോൾ അതിന്റെ പൂർത്തീകരണം അവിടെ സംഭവിക്കും. അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. ഓർമ്മിക്കുന്നു ചില അനുഭവങ്ങൾ നമുക്കൊന്ന് കേൾക്കുന്നതാണ്. എക്സ്പീരിയൻസ് ഓഫ് ലേണിംഗ് ദ
വേർഡ് ഓഫ് ഗോഡ് ഓർ ദ നീഡ് ഓഫ് തിയോളജിക്കൽ സ്റ്റഡീസ്. കഴിഞ്ഞ വർഷങ്ങളിൽ പ്രത്യേകിച്ച് ഗ്രാജുവേറ്റ്സ് ആയ പ്രിയപ്പെട്ടവരുണ്ട്. ഞാൻ പെട്ടെന്ന് പോയിട്ട് ഒരു 1-2 മിനിറ്റ് എടുക്കും. ചില പ്രിയപ്പെട്ടവരുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ചില വർഷങ്ങൾ കർത്താവിനാഥനോട് അവസരം തരാം. പ്രൈസ് ഗോഡ് 2-3 മിനിറ്റ്സ്. ഓക്കെ, ഒന്നാണ് മുമ്പോട്ട് വന്നത്. പ്രൈസ് ഗോഡ് അധ്യാപകനോട് ഒന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ഗ്രാജുവേഷൻ കഴിഞ്ഞ് നമ്മുടെ ബൈബിൾ കോഴ്സ് അത്രമാത്രമുള്ള ബന്ധം, വി ഹാവ് ഗോട്ട് എ വെരി ക്ലോസ് റിലേഷൻഷിപ്പ്. അതുകൊണ്ട് അവരെല്ലാം അവിടെ വന്നിട്ട് ഫിസിയോളജിയിലൂടെ അതുകൊണ്ട് അവർക്ക് 1-2 മിനിറ്റ് അവർക്കുള്ള സമയമുണ്ട്. ഗ്രാജുവേഷൻ ഈ പ്രാവശ്യം ഗ്രാജുവേറ്റ്സ് ആയവർക്ക് അവരുടെ 1-2 മിനിറ്റ് പെട്ടെന്ന് എടുക്കാം സമയമുണ്ട്. കർത്താവിന്റെ ദാസൻ അത് സാം ലാസർ ദേവൻ അധ്യാപകനോട് ആയിരുന്നു. I consider this as a great privilege to stand before you in the midst of Bible scholars. ഞാൻ ഈ അനുഭവത്തിലൂടെ കടന്നു വന്ന ഒരാളാണ്. 25 വർഷം അധ്യാപകനായി, അവസാനത്തെ 4 വർഷം ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലായിട്ട് ജോലിക്കുവാൻ. റിട്ടയർമെന്റിന് ശേഷം തെലങ്കാനയിലെ ഒരു പ്രദേശത്ത് തിരഞ്ഞെടുത്ത കർത്താവിന്റെ പേരിലായിരിക്കുന്നു. ഞാൻ ജോലിയുടെ ബന്ധത്തിൽ തന്നെ കർത്താവിന്റെ വചനം പഠിക്കാൻ അവസരം ലഭിച്ചു. ട്രിവാൻഡ്രത്താണ് എൻ്റെ സ്വന്തം സ്ഥലം. അവിടെ എബനേസർ തിയോളജിക്കൽ സെമിനാരി എന്നൊരു സ്ഥാപനമുണ്ട്. എംപ്ലോയീസിനും പകൽ ഡേ സ്കോളേഴ്സിന് കഴിയാത്തൊരവസ്ഥ അവിടെ ഉണ്ടാക്കിയത്. സംതിങ് ലൈക്ക് ദിസ്. ഈവനിങ്ങിലാണ് ഞങ്ങളുടെ ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ആദ്യത്തെ 3 വർഷം BTHും പിന്നെ 2 വർഷം MD എടുക്കാൻ ദൈവവാർത്ത സഹായിച്ചു. പറഞ്ഞു വന്നത്, ഡിഗ്രി ഈസ് നോട്ട് എ സർട്ടിഫിക്കറ്റ് ഫോർ ട്രീറ്റ് ദ ഗോസ്പൽ. നമ്മുടെ ഡയറക്ടർ എന്ന് രാത്രി സൂചിപ്പിച്ചതുപോലെ പേഴ്സണൽ ഇവാഞ്ചലിസം എഫക്റ്റീവ് ടൂൾ ടു ട്രാൻസ്ലേറ്റ് ദി ഇവാഞ്ചലിസം പേഴ്സൺ ടു പേഴ്സൺ. ഞാൻ ആ ഒരു ചെയ്തത്. പിന്നെ ഇപ്പോഴാണ് ചർച്ചിൻ്റെതായ ചാർജുകളായി ദൈവത്തിന് സ്തോത്രം. ദൈവമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. പഠനത്തുള്ള ബന്ധത്തിൽ ഇങ്ങനെ അധ്യാപകന് ഒരു 2-3 മിനിറ്റ്സ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ദൈവത്തിന് സ്തോത്രം. There are 5 approaches to study the word of God. 5 approaches. നിങ്ങൾ ബിഗിനിങ് തുടക്കക്കാരാണല്ലോ. ആ നിലയ്ക്ക് ഈ അപ്രോച്ചസ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ ഫ്യൂച്ചർ സ്റ്റഡീസ്. ഫസ്റ്റ്, ലിസൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്. അതാണ് ഫസ്റ്റ് അപ്രോച്ച്. ലിസൺ. അധ്യാപകൻ പറയുന്നത് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക എന്നൊക്കെ എപ്പോഴും ലിസൺ മീ എന്ന് പറയും. ശ്രദ്ധിക്കുക എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ വിഷയം. Unless you listen something, you cannot reproduce the same. First you have to listen. Listen the word of God. എങ്ങനെയാണ് CD-യിലൂടെയോ അല്ലെങ്കിൽ പ്രസംഗങ്ങളോ ദൈവദാസന്മാരുടെ പ്രസംഗങ്ങളോ ദൈവവചനം വായി. ഈ ശ്രദ്ധിക്കുക എന്ന് പറയുന്നതിൽ അതിന് ഒരുപാട് ഇനമുണ്ട്, അതിന് ഒരുപാട് മേഖലകളുണ്ട്. ആലയത്തിൽ പോയിരുന്നു ഇനി ശ്രദ്ധിക്കുന്നത് ഞാൻ ഈ വാക്യം മറ്റുള്ളവരോട് പറയേണ്ടതാണെന്നുള്ള വിത്ത് സെയിം ഇന്റൻഷൻ ലിസൺ. മനസ്സിലായോ? നേരത്തെ ശ്രദ്ധിച്ചതുപോലെ അല്ല, ഇനി ശ്രദ്ധിക്കേണ്ടത് വേറൊരു പ്രത്യേക ഇന്റൻഷനോട് വിത്ത് എയിം ബിഹൈൻഡ്. അങ്ങനെ ശ്രദ്ധിച്ചാൽ ഇറ്റ് വിൽ ബി മോർ യൂസ്ഫുൾ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ലിസൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്. സ്തോത്രം. രണ്ടാമതായി പറയുന്നത് റീഡ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇന്ന് നിങ്ങൾ ദൈവവചനം വായിച്ചോ പ്രാർത്ഥിച്ചോ എന്നൊക്കെ ചില ബോർഡുകളെല്ലാം കാണാറുണ്ടല്ലോ. ഡെയിലി മേക്ക് ഇറ്റ് ആസ് എ ഹാബിറ്റ്. റീഡ് ദ ബൈബിൾ. റീഡ് ദ ബൈബിൾ ഷുഡ് ബി യുവർ ഹാബിറ്റ്. ഹാബിറ്റിനെ കുറിച്ച് ഒരു സയൻസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരിക്കൽ once you are influenced by some habit, it cannot be taken away. That means habit സ്പെല്ലിംഗ് ശ്രദ്ധിച്ചു നോക്കുക. HABIT എന്നാണ് ഹാബിറ്റ്. നിങ്ങളൊരു ഹാബിറ്റ് ഉണ്ടായി ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്യുന്ന വിചാരിക്കുക. ആദ്യം ഹെച്ചിനെ കട്ട് ചെയ്യുക. യു കട്ട് ഇറ്റ്. A bit is there. ഹാബിറ്റിലെ ഹെച്ച് കട്ട് ചെയ്താലും A bit is there. ഇനി A കട്ട് ചെയ്യുക, വീണ്ടും 2 പ്രാവശ്യം വീണ്ടും കട്ട് ചെയ്യുക. A bit is there. Don't fall. Okay. ഇനി 1ൽ പഴിച്ചാൽ 2ൽ പഴിച്ചാൽ 3ലാണെന്നൊക്കെ പറയാറുണ്ടല്ലോ. 3ാമത്തെ പ്രാവശ്യം പോയി കട്ട് ചെയ്യുക. ഇതിന്റെ ഹാബിറ്റിനെ കട്ട് ചെയ്യാതെ ആയിരിക്കാം. അപ്പൊ B യെ കട്ട് ചെയ്തു. സ്റ്റിൽ ഇറ്റ് ഈസ് there. ഇതാണ് ഹാബിറ്റ് എന്ന് പറയുന്നത്. എത്ര തിരക്കായാലും ദേവദാസൻ പറഞ്ഞതുപോലെ ഒരാളോടെങ്കിലും സുവിശേഷം പറയണം എന്നുള്ളതായ
ഒരു ഇന്റൻസിറ്റി മനസ്സിലുണ്ടെങ്കിൽ, അതുപോലെ റീഡ് ഞാൻ ചെയ്തിട്ടേ ഉറങ്ങത്തുള്ളൂ, എത്ര ക്ഷീണമാണെങ്കിലും അതൊരു ഹാബിറ്റാക്കി മാറ്റിയാൽ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ റീഡ് ദ ബൈബിൾ മേക്ക് എ ഹാബിറ്റ്. മൂന്നാമത്, ഒരു ദിവസം ഒരു വാക്യമെങ്കിലും മെമ്മറൈസ് ചെയ്യും. മെമ്മറൈസ് ദ വേർഡ് ഓഫ് ഗോഡ്. കർത്താവ് തന്നെ സാത്താനെ ജയിച്ചത് വചനം കൊണ്ടാണ്, പുസ്തകം. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമുക്ക് ജയിക്കേണ്ടത്, ഈ ലോകത്ത് നമുക്ക് ജയിക്കണമെങ്കിൽ we should have some word of God with us so that we have to fight with our enemy. Word of God. മൂന്നാമത്തെ, മെമ്മറൈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇനി മെമ്മറൈസ് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ തന്നെ നാലാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. മെഡിറ്റേറ്റ് ഈസ് സംതിങ് ഡിഫറൻറ്റ്. ദൈവവചനം വായിച്ചിട്ട് അത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് സം മോർ എ ന്യൂ ഐഡിയ. അതാണ് മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. അവസാനം ഞാൻ പറയുന്നു, സ്റ്റഡി ദ വേർഡ് ഓഫ് ഗോഡ്. പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മളെല്ലാം പഠിച്ചാലല്ലേ സ്കൂളിൽ. പഠിക്കുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത്തിരി അസൈൻമെന്റ്സ് കൂടെ ഉണ്ടാവും, അതൊക്കെ ചെയ്യണം. നിങ്ങളുടെ ഡെയിലി റൊട്ടീനൊക്കെ എല്ലാം ചേഞ്ച് ചെയ്യേണ്ടി വരും. സ്റ്റഡി സംതിങ് എന്ന് പറയുന്നത് ഈസി ടാസ്ക്. ഇതൊരു തപസ്യയായി എടുക്കണം. പഠിക്കുക എന്ന് പറയുന്നത് ഈ ഒരു തപസ്യയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്റെ അനുഭവത്തെ ഷെയർ ചെയ്തുള്ള അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ 5 approaches right from the beginning, can you make it a practice so that I promise you will come to their good destination. എനിക്ക് അവസരം തന്നതിന് നന്ദി. Thank you. May God bless you all. Thank you, Pastor, for the exhortation. Thank you very much. God bless you. അടുത്ത നമ്മുടെ ഗ്രാജുവേറ്റ്, നമ്മുടെ ഇവിടുന്ന് പല കോളേജ് ഗ്രാജുവേറ്റ്സ് ആണ് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ സ്റ്റാർട്ടിംഗ് ഫ്രം നാൻസി. എല്ലാം ചുരുക്ക സമയമേ ഉള്ളൂ, പക്ഷെ എല്ലാവരും ഓരോരോ മിനിറ്റുകൾ 2 മിനിറ്റുകളൊക്കെ എടുക്കാം. Greetings to you all in the matchless name of our Lord and Savior Jesus Christ. It's a privilege to be standing here and to share my previous experiences. Respected pastors, I'd like to thank God for helping me to study past 3 years MDiv. It was really a blessing in my life. And as I was sitting behind, I saw so many of you have joined for MDiv. I'm really happy to see that so many of you have joined for MDiv. If I have to share something, is the same enthusiasm should be there. It should be kept till the end. It might get a little bit tough in between, maybe the exams, the assignments, everything. But I hope all of you, all those who have joined, will be will stay enthusiastic till the end. Because as I joined, I was enthusiastic from the very day beginning till the end. God helped me to complete it. And I thank the Lord for that, and I hope all of you will be blessed also joining. Our classes are very interesting. The PowerPoints, our teacher, we have an excellent faculty for our MDiv. I hope all of you will enjoy. And my humble request, I hope all those who put your legs forward won't put it right behind or think of discontinuing in between. God will help you. I hope all of you will do your MDiv. Thank you, and God bless. Thank you. നമ്മുടെ ടോപ്പ് സ്കോറോടാണ്. God bless you. Thank you. ദൈവത്തിന് മഹത്വം. ഇതിലേറിയ നല്ല സമയത്ത് ഓർത്ത് കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ഒരു പാസ്റ്റർ, ഞങ്ങളുടെ അധ്യാപകൻ സൈമൺ ചാക്കോ പാസ്റ്റർ, ടൈറ്റസ് പാസ്റ്റർ, എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ 3 വർഷം BTH കോഴ്സ് പഠിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുവാൻ സർവ്വകൃപാലുവായ ദൈവം എന്റെ ജീവിതത്തിൽ ഇടയാക്കിയ അവസരങ്ങളെ ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അതെന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. വചനത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതിരുന്ന എനിക്ക് ഇവിടുത്തെ ഒരു ട്രെയിനിങ് പീരീഡ് അല്ലെങ്കിൽ ഈ 3 വർഷത്തെ ഒരു കോഴ്സ് എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത അനേക ചിന്തകൾ തന്ന നിമിഷങ്ങളായിരുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഈ വർഷിപ്പ് സെന്റർ കോളേജ് ഓഫ് തിയോളജി ഓർത്തും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ ഓർത്തും ഞാൻ നന്ദിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. റോയ് പാസ്റ്ററിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സൗമ്യനായി അനേക തിരക്കുകൾ ഉണ്ടായിട്ടും നമ്മളോടൊക്കെയും വളരെ സ്നേഹത്തോടെ ഇടപെട്ട് നമുക്ക് വേണ്ടുന്ന കൈത്താങ്ങലുകൾക്കും തരുന്ന ദൈവദാസന്മാരാണ് ഇവിടെ ഉള്ളത്.
എൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലുള്ള എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. എങ്കിലും ഹല്ലേലൂയ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇത് 3 വർഷവും കൊണ്ടെത്തിക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. ഒന്നും നമ്മൾ ചിന്തിച്ച് പിന്നോട്ട് മാറരുത്. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് കടന്നുപോയി ഇതിനെ എത്തിക്കുക. ഒരു സർട്ടിഫിക്കറ്റ്, നേരത്തെ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് മാത്രമല്ല, വചനത്തെക്കുറിച്ച് യഥാർത്ഥമായ അറിവുകൾ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന്റെ നാമത്തിന്റെ കെട്ടുമണിക്ക് വേണ്ടി അധികമായി പ്രയോജനപ്പെടുവാൻ നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ദൈവം ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നുള്ളൂ. ഇപ്പോഴത്തെ സീരിയസ് പ്രോഗ്രാമിൽ 3rd year അതിൽ എന്തെങ്കിലും 1 മിനിറ്റ് എന്തെങ്കിലും സൂചിപ്പിക്കാറുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത ഒഫീഷ്യലായിട്ടുള്ള പല കാര്യങ്ങൾ അനൗൺസ്മെന്റിലേക്ക് നീങ്ങുന്നു. ആർക്കെങ്കിലും സമയം കിട്ടില്ല എന്ന് വരുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫൈനൽ 3rd year or 2nd year MD or BTS 1 മിനിറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പ്രൈസ് ഓൺ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഈ നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് ഇരിക്കാൻ ദൈവം ഇടയാക്കിയ ആ മഹാകരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ 3ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പുതിയ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ദൈവത്തിന് നന്ദി പറയുകയാണ്. അവർക്ക് ഇങ്ങനൊരു ആഗ്രഹം ദൈവം അവരുടെ മനസ്സിൽ കൊടുത്തതിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യുവാൻ എല്ലാവരും ആഗ്രഹിക്കണം. പല തടസ്സങ്ങൾ വന്നേക്കാം. പക്ഷേ ആ തടസ്സങ്ങളൊന്നും നമ്മൾ കണക്കെടുക്കരുത്. ആ തടസ്സങ്ങളെയൊക്കെ നമ്മൾ ശരിക്കും അതിനെ കണക്കെടുക്കാതെ നമ്മൾ തീർച്ചയായിട്ടും അതിനൊരു എഫർട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. എനിക്ക് അങ്ങനെ പല തടസ്സങ്ങൾ വന്നിരുന്നു. ഇത് വേണ്ട എന്ന് കരുതിയിരുന്നു. അതൊക്കെ എന്റെ മനസ്സിൽ വന്നിരുന്നു. പക്ഷേ അതെല്ലാം ഞാൻ മാറ്റി ദൈവത്തിന്റെ ആ ഒരു നല്ല വിശ്വാസം അർപ്പിച്ച് ഞാൻ എപ്പോഴും കടന്നു പോകുന്നത് 3ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അതുപോലെ എനിക്ക് ഈ പുതിയതായിട്ടുള്ള വന്നിട്ടുള്ളവരോട് പറയാനാണ് ഞാനിപ്പോ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നത്. ഒരു കാരണവശാലും ഇത് മുടക്കുന്നത് പലരും അങ്ങനെ വന്നേക്കാം. പക്ഷേ അത് നമ്മളെ ദൈവത്തിന് അത് ഇഷ്ടമല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസത്തെ ഈ കോഴ്സ് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി കംപ്ലീറ്റ് ചെയ്ത് ദൈവനാമത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഉപയോഗപ്പെടണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഈ സമയം വിനിയോഗിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. കഴിഞ്ഞ 5 വർഷം നമ്മുടെ ബൈബിൾ കോളേജിൽ പഠിച്ച് 6 വർഷം BTSന്റെ ഡിഗ്രി കഴിഞ്ഞ് MDവിന്റെ ഡിഗ്രി കഴിഞ്ഞ കൂടുതൽ വർഷം പഠിച്ച താല്പര്യത്തോടെ വന്ന എല്ലാവർക്കും എന്റെ ആശംസകളും അത് വിജയകരമായിട്ട് കംപ്ലീറ്റ് വന്നൊന്നും ഇടയാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 2 തിമോത്തിയോസ് 3:15 ഇങ്ങനെ വായിക്കുന്നു. എല്ലാ തിരുവെഴുത്തും ഇംഗ്ലീഷ് വായിക്കുന്നു. All scripture is inspired by God and useful to teach as what is true and to make us realize what is wrong in our life, correct us when we are wrong, and teach us to do what is right. God uses it to prepare and equip His people to do every good work. അന്നേരം ആ ഒരു ട്രാൻസ്ലേഷൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തെറ്റിപ്പോകുന്നു. അവിടെ നിന്ന് നമ്മളെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മളെ റിയലൈസ് ചെയ്യാൻ പറ്റും. അത് റെഡിയായി തീർന്നു. നമ്മൾ എപ്പോഴാണ് നമ്മൾ റോങ് ആകുന്നു അല്ലെങ്കിൽ നമ്മൾ teaches us to do what is right and God uses it to prepare and equip His people. So ആ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും കർത്താവിനായിട്ട് സഹായിക്കട്ടെ. 3 വർഷക്കാലം വിജയകരമായി പൂർത്തിയൊരുക്കാൻ തക്കണം ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിട നൽകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ബൈബിളിലെ കോളേജ് സാധാരണ ഉള്ള ചില അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ലീഡർ ഓഫ് ദ കോളേജ്
ഇതൊക്കെയുള്ള ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് പ്രകടിപ്പായു ഉള്ളിൽ തെറ്റുന്നതായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇവിടെ രത്ന ചുരുക്കം പൗലോസ് തിമോഥെയോസിന് എഴുതിയ രണ്ടാം ലേഖനം അതിന്റെ 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാണ്. ദൈവത്തിന്റെ മനുഷ്യൻ സകല സത്പ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടത്. ദൈവത്തിന്റെ മനുഷ്യരായി നാം തികഞ്ഞവരാകുവാനുള്ള ഒരു പരിശ്രമത്തിലാണ്, ഓട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. അതിന് അവിടെ എഴുതിയിരിക്കുന്ന 3-4 കാര്യങ്ങളുണ്ട്. 1 ഉപദേശം, 2 ശാസന, 3 ഗുണീകരണം, 4 നീതിയിലെ അഭ്യാസം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞങ്ങളൊക്കെയും സഭാശുശ്രൂഷകന്മാരൊക്കെയാണ്. എന്നാലും ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട്, ഒരു പഠന സംവിധാനമായതുകൊണ്ട് ഈ പറഞ്ഞതുപോലുള്ള ഗുണീകരണവും ശാസനയും നീതിയിലെ അഭ്യസനത്തിന് വേണ്ടിയുള്ള ഇടപെടലും ഒക്കെ ഒരുപക്ഷെ ഇവിടെ ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ നന്മയെ കരുതി മാത്രമായിരിക്കും. നിങ്ങൾ ദൈവമനുഷ്യരായി കർത്താവിന് വേണ്ടി തികഞ്ഞവരാകുക എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കും എന്ന കാര്യം ഓർപ്പിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങളിൽ പല കാര്യങ്ങൾ ഹെഡ് ഓഫ് ദ ഫാക്കൽറ്റി രജിസ്ട്രാർ അറിയിക്കും. എന്നാൽ ചില കാര്യങ്ങൾ ജനറലായിട്ടുള്ളത് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ക്ലാസ്സസിന്റെ ടൈമിങ് MDU ക്ലാസ്സുകാർക്ക് വീക്ക് ഡേയ്സിൽ 2 days ആണുള്ളത്. അതായത് വെനസ്ഡേയും സാറ്റർഡേയും. വെനസ്ഡേ 8 മുതൽ 10 വരെയും ഹോൾ നമ്പർ 6, അതായത് മുകളിലുള്ള മെയിൻ ഹോളിന് ചേർന്നിരിക്കുന്ന ഹോളിൽ വെച്ചായിരിക്കും ബുധനാഴ്ചത്തെ ക്ലാസ്. ശനിയാഴ്ചത്തെ ക്ലാസ് 9 മുതൽ 10 വരെയുള്ള സമയം ഹാൾ നമ്പർ 2 ഇതിനടുത്തുള്ള ഹോളിൽ വെച്ചായിരിക്കും. BTHന്റെ ക്ലാസ് ബുധനാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ. 8 മുതൽ 10 വരെ ഈ ഹോളിൽ വെച്ചായിരിക്കും. 8 മണി മുതൽ 10 മണി വരെ BTHന്റെ ക്ലാസ്സുകൾ ഈ ഹോളിൽ വെച്ച് നടക്കുന്നത്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാത്തവരും ഇന്നിവിടെ വന്നു എന്ന് ഇവിടെ അറിയിപ്പ് നൽകിയിട്ടില്ലാത്തവരും പുതുതായിട്ട് വന്നവര് പുറകിൽ അത് പറഞ്ഞിട്ട് മാത്രമേ പോകാവൂ. ആപ്ലിക്കേഷൻ ഫോം വാങ്ങിച്ച് ഫില്ലപ്പ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോമിനോട് കൂടെ നൽകേണ്ട 3-4 ഡോക്യുമെന്റ്സ് ഉണ്ട്. ഒന്ന്, നിങ്ങളുടെ ഒരു ചെറിയ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം, നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റിമണി ചെറുതായിട്ട് നിങ്ങൾ എഴുതി അതിവിടെ നൽകേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ദൈവജന പഠന മേഖലയിലേക്ക് വരുവാൻ കാരണമായി തീർന്നെന്നുള്ളത് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ടെസ്റ്റിമണി ഒന്ന് നിങ്ങൾ എഴുതി തരണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പികൾ വേണം. 3 പാസ്പോർട്ടിന്റെ കോപ്പി നിർബന്ധമായിട്ട് വേണം. അതോടൊപ്പം തന്നെ 2 ഫോട്ടോസ് വേണം. ഇതെല്ലാം നമ്മൾ ഈ ക്ലാസ്സുകളുള്ള ബന്ധത്തിൽ ക്രമീകൃതമായി ഇവിടെ സൂക്ഷിക്കേണ്ട ഫയൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് അടുത്ത ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ നിങ്ങളത് കൊണ്ടുവരണം എന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ MDUവിന്റെ ക്ലാസ്സുകൾ നമ്മൾ എല്ലാ ക്ലാസ്സുകളും വളരെ ഇന്റർനാഷണൽ ഫെസിലിറ്റീസ് ആണ് നമ്മൾ കഴിവുള്ളിടത്തോളം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ നല്ല ഫെസിലിറ്റേറ്റേഴ്സ് നമുക്ക് വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. MDUവിന്റെ ക്ലാസ്സുകൾ പവർ പോയിന്റ് പ്രസന്റേഷൻസ് ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ട്, സെമിനാറുകളുണ്ട്. ഇങ്ങനെ വിവിധ നിലകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം സുഗമമാക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ക്ലാസ്സുകളിൽ ഉണ്ടായിരിക്കും. മെയിനായിട്ടും MDUവിന്റെ ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത് സൈമൺ ജാക്കബ് സാറാണ്. അതോടൊപ്പം തന്നെ ചില സന്ദർഭങ്ങളിൽ പുറത്തുനിന്നുള്ള മറ്റ് അധ്യാപകരും അവൈലബിലിറ്റി അനുസരിച്ച് തിയോളജിക്കലി ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർ ക്ലാസ്സുകൾക്ക് വേണ്ടി തന്നോടൊപ്പം മറ്റ് അധ്യാപകരും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ PTHനും ഇവിടെ അധ്യാപകർ, സ്ഥിരമായിട്ടുള്ള അധ്യാപകരുണ്ട്. ഞങ്ങൾ പലരുമുണ്ട്. അജയ് സാർ ക്ലാസ് എടുക്കാറുണ്ട്, ഡയറക്ടർ ക്ലാസ് എടുക്കും, ഞാനുണ്ടാവും. പാസ്റ്റർ ഷൈനോജ് നൈനാനുണ്ട്, നമ്മുടെ ആരംഭം മുതലുള്ള അധ്യാപകനാണ്. അതുകൂടാതെ മറ്റു ചില ദേവദാസന്മാർ ക്ലാസ്സുകൾക്കായിട്ട് BTHന് ഇവിടെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അറ്റൻഡൻസ് ഓരോ സബ്ജക്റ്റിനും 60% അറ്റൻഡൻസ് കമ്പൽസറിയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ എന്തെങ്കിലും അയവ് ലഭിച്ചിട്ടുള്ളവർ സെക്കൻഡിലും തേർഡിലേക്കും പ്രവേശിച്ചവരുണ്ടെങ്കിൽ ഈ വർഷം മുതൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഗൗരവമായിട്ട് മുമ്പോട്ട് പോകും എന്നുള്ള തീരുമാനത്തോടെ ഇന്നുമായിട്ട് മുതൽ പ്രാർത്ഥിക്കുക. കർത്താവ് കൃപ തരേണ്ടതിന് വേണ്ടി വളരെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രശ്നം ഇപ്പൊ പറ്റിയത് ഒരു ഫുൾ ടൈം ഫാക്കൽറ്റി എന്നുള്ള സൈമൺ സാർ ഉണ്ടായിരുന്നെങ്കിലും അതോടൊപ്പം ഞാൻ ഇവിടെ ഫുൾ ടൈം ഇപ്പം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഓർത്തു കൊള്ളുക. അതോടൊപ്പം തന്നെ 3 മാസത്തിലൊരിക്കൽ റീ എക്സാം ഉണ്ട്. പക്ഷെങ്കിൽ പ്രാവശ്യം റീ എക്സാമിന് വളരെ അതുപോലെ അത്യാവശ്യമുള്ള, ഇപ്പൊ എമർജൻസി ആയിട്ട് നാട്ടിൽ പോയിട്ട് വന്നു പരീക്ഷ എഴുതാൻ പറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ പ്രൂഫ് സഹിതം മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടും.
നാട്ടിൽ നിന്ന് വന്നു പോയി അധ്യാപകർ വന്ന് ഒരു മാസത്തേക്ക് വന്ന് ക്ലാസ് എടുത്തിട്ട് പോകും, അവരവരുടെ വാട്ടിന് പോയി. പിന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് അവരിട്ട ക്വസ്റ്റ്യൻ പേപ്പർ അതിന്റെ ആൻസർ കണ്ടുപിടിക്കണം, കാര്യങ്ങൾ കണ്ടുപിടിക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ എഴുതുക. ആ പരിപാടി ഇപ്രാവശ്യം അനുവദിക്കുന്നതല്ല എന്നുള്ള കാര്യം പ്രത്യേകം എന്റെ ഭാഗത്ത് നിന്ന് ഓർപ്പിക്കുക. ഇനി പിന്നെ നിങ്ങളെ മനസ്സിലാക്കും. പിന്നെ അതുപോലെ തന്നെ 10% മാർക്ക് നിർബന്ധമായിട്ട് കുറച്ചിരിക്കും അന്ന് ദിവസം പരീക്ഷ എഴുതാതെ പിന്നീട് പരീക്ഷ എഴുതുന്നവർക്ക്. അതുകൂടാതെ ഇപ്രാവശ്യം ഒരു ചെറിയ ഫൈനും ഞങ്ങൾ അതിന്റെ പൂർണ്ണ തീരുമാനത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. പരീക്ഷ താമസിക്കുന്നവർക്ക് അതിനനുസരിച്ച് എത്ര ആഴ്ചകൾ താമസിക്കുന്നു അതിനനുസരിച്ച് ഫൈൻ കൂടിക്കൊണ്ട്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ അഡ്മിഷൻ ഫീസ് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ BTH-നും MDiv-നും 50 dirhams അഡ്മിഷൻ ഫീസ് നിങ്ങൾ പേ ചെയ്യുക. അതുകൂടാതെ BTH-ന് 50 dirhams per month, BTH, MDiv-ന് 100 dirhams per month. ഇത്രയും കാര്യങ്ങൾ ജനറലായിട്ട് ഇപ്പം ഓർപ്പിക്കുന്നു. ബാക്കി കാര്യങ്ങൾ ഓർപ്പിക്കും. അനുഗ്രഹിത ദേവദാസൻ 24/7 സ്മൈലിംഗ് ഫേസ് നമ്മുടെ രജിസ്ട്രാർ ഡീനാൻ കോളേജിന്റെ ചുമതലയിൽ ആയിരിക്കുന്ന അനുഗ്രഹിത ദൈവകൃത്യനാൽ വളരെ ശക്തമായ ആത്മീയ പൈതൃകം പേർന്ന ടൈറ്റർ ജോൺസൺ അവர்கள் ദൈവശാസ്ത്രത്തിനും ജീവിതവും തന്നെ മാതൃകയാക്കിയ അനുഗ്രഹിത ദൈവകൃത്യങ്ങളുടെ സഹപ്രവർത്തകൻ കൂടിയാണ് മാസ്റ്റർ ഷൈൻ അവർ. ഇന്ന് യാത്രയിലായിരുന്ന ബിഷപ്പ് ജോസഫ് അവർ, പുതിയതായ മിഷനത്തെ പ്രിയമിത്രങ്ങൾ, മുൻപ് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സമയഭേദം കൊണ്ട് ഞാൻ വളരെ ചുരുക്കം എല്ലാവർക്കും നന്ദി വന്ദനം അറിയിക്കുന്നു. സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യും. ദൈവശാസ്ത്ര പഠനത്തിന്റെ ആവശ്യം എന്നൊരു വിഷയത്തെക്കുറിച്ച് ചെറുതായി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യം ഒരു അനൗൺസ്മെന്റ് നടത്താം. ഷാർജയിൽ നിന്ന് മംഗലാപുരത്തിന് പോകുന്ന ഒരു ഫ്ലൈറ്റിന്റെ ക്യാപ്റ്റൻ പൈലറ്റ് നമുക്കൊരു അനൗൺസ്മെന്റ് തരാം. മലയാളത്തിൽ ചെയ്യാം. IX 914 ഷാർജ മംഗലാപുരം എയർ ഇന്ത്യ എക്സ്പ്രസിലേക്ക് മാന്യ യാത്രക്കാർക്ക് സ്വാഗതം. നമ്മൾ 2800 കിലോമീറ്റർ 3 മണിക്കൂറും 10 മിനിറ്റും കൊണ്ട് തരണം ചെയ്യും. 30,000 അടി ഉയരത്തിലാണ് നമ്മുടെ ഫ്ലൈറ്റ് പറക്കുന്നത്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സീറ്റ് ഫാസ്റ്റ് ചെയ്തിരിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ എയർ ഹോസ്റ്റസ് ക്രൂ നിങ്ങളെ സമീപിക്കുന്നതാണ്. പിന്നെ ഒരു പ്രത്യേക അറിയിപ്പ്, ഞാൻ ക്യാപ്റ്റൻ സ്മിത്ത്, എന്റെ കൂടെ കോ പൈലറ്റായി നിൽക്കുന്നത് ജിഗു ബോബി. ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ പൈലറ്റ് ട്രെയിനിങ് നടത്തുകയോ പൈലറ്റ് പണി ചെയ്യുകയോ ചെയ്തിട്ടില്ല. ആദ്യമായി ഞങ്ങൾ ഫ്ലൈറ്റ് പറപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസമാധാനത്തോടാതിരിക്കുമോ? ഫ്ലൈറ്റ് നമ്മൾ ആ പൈലറ്റിനെ കഴുത്തെ പിടിച്ചിറങ്ങും അല്ലേ? അങ്ങനെ നമ്മൾ കേട്ടിട്ടേ ഇല്ല. ഏത് ഹാർട്ട് ഓപ്പറേഷനും ഞാൻ ചെയ്തു തരാം, പക്ഷെ ഞാൻ MBBS പഠിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ നിന്നോട് പോകും. വേണ്ട, ഈ പല്ലെടുക്കാൻ കുടിലുമായിട്ട് വരുന്ന ഡെന്റിസ്റ്റ് പറയുകയാണ്, അത് വലിയ വിഷയം. ഒന്ന് ഇരുന്ന് തന്നെ, ഞാൻ ആദ്യമായിട്ട് അവക്കെടുക്കുന്നത്, നമ്മൾ ഇരുന്നോട് പോകും. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല, ഞാൻ പ്രസംഗിക്കും എന്ന് പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലേ? സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ? നിങ്ങൾ വണ്ടി ഓടിച്ചു വരുമ്പോൾ ഒരു പോലീസുകാരൻ തടഞ്ഞു നിർത്തി നിങ്ങളോട് ആദ്യം ചോദിക്കുന്നത് എന്തുവാ? എന്തിനാ ലൈസൻസ്? അങ്ങനെ കണ്ടോണ്ടിരിക്കില്ലേ നമ്മൾ വണ്ടി ഓടിക്കുന്നത്? ഹലോ, അങ്ങനെ കണ്ടോണ്ടിരിക്കില്ലേ വണ്ടി ഓടിക്കുന്നത്? പിന്നെ എന്തിനാ ലൈസൻസ് ചോദിച്ചേ? സർട്ടിഫിക്കറ്റ് കാണിക്കുന്നിടത്ത് സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾ അറിവിനായി വന്നെങ്കിൽ ഞങ്ങൾ സർട്ടിഫിക്കറ്റൂടെ തന്ന് നിങ്ങളെ യോഗ്യന്മാരായിട്ട് വിടുകയാണ്. സ്തോത്രം. ഒരു സർട്ടിഫിക്കറ്റിന്റെ പേരിൽ ഈ ബൈബിൾ കോളേജിൽ അഡ്മിഷൻ എടുത്ത പലരും ഉണ്ട്. ഒരു സർട്ടിഫിക്കറ്റിന്റെ പേര്, അതിനൊരു സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു, അതിനുവേണ്ടി മാത്രം. അത് വളരെ വിലയുള്ളതാണ്. അതുകൊണ്ട് അതിനെ നിസ്സാരമായി കാണരുത്. എന്താണ് ദൈവശാസ്ത്ര പഠനത്തിന്റെ അനിവാര്യത? God has only one son. He sent him as a teacher. യേശുവിനെ എല്ലാവരും എന്താ വിളിച്ചേ? ഗുരു. ദൈവത്തിന്റെ ഒറ്റ പുത്രൻ ആരായിട്ടാ വന്നേ? പഠിപ്പിക്കാനാ വന്നേ അല്ലേ? യേശുവിന്റെ ബൈബിൾ കോളേജിലെ 12 പേരെ എടുത്തുള്ളൂ. ഞങ്ങളിവിടെ 60, 80, ചിലപ്പോൾ 90 പേരെയൊക്കെ. ഞങ്ങളുടെ കഴുത്തൊക്കെ ഈ റൊട്ടേറ്റിംഗ് ഫാൻ പോയി ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് ചിലപ്പോൾ. യേശു 12 പേരെ എടുത്തുള്ളൂ. അവർക്ക് എത്ര വർഷത്തെ കോഴ്സ് കൊടുത്തു? ട്രെയിനിങ് കൊടുത്തു? 3.5 വർഷത്തെ. നമ്മൾ എത്ര തരുന്നുള്ളൂ? അതും ഒരു ബുധനാഴ്ച മാത്രം. യേശുവിന്റെ കൂടെ അങ്ങനല്ലായിരുന്നു. 24/7 3.5 years ഹാർഡ് ട്രെയിനിങ് ആയിരുന്നു അല്ലേ? വെള്ളത്തിൽ കരയിലെല്ലാം യേശു പഠിപ്പിച്ചു. ദൈവശാസ്ത്രം പഠിക്കണോ? നിങ്ങളതിലൊന്നും വിട്ടില്ല. പഠിക്കണോ? പഠിച്ചവരെങ്കിലും പറ പഠിക്കണോ? അത് പഠിക്കണം. ഞാൻ പെട്ടെന്ന് ചുരുക്കുകയും
കേരളത്തിൽ കൊല്ലത്ത് ചവറ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവിടെയുള്ള മുക്കുവന്മാര് മീൻ പിടിച്ചിട്ട് കരയിൽ ഉണക്കാനിട്ടിരുന്നു. അവരൊരു കാര്യം കണ്ടെത്തി. തൊട്ട് തെക്കോട്ട് പോകുന്നിടത്തെയും കൊല്ലത്തെയും വടക്കോട്ട് ആലപ്പുഴയിലെയും തീരത്തേക്കാൾ എളുപ്പം വേഗത്തിൽ ഇവിടുത്തെ മീൻ ഡ്രൈ ആകും. അതാ അവർ കണ്ടെത്തിയത്. ആര് കണ്ടെത്തിയത്? കൊല്ലത്തെ മുക്കുവന്മാർ. ഇതിനെക്കുറിച്ച് ഭാമ എന്ന് പറയുന്ന ഇന്ത്യൻ അറ്റമിക് റിസർച്ചിന്റെ ഡയറക്ടർ അറിഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. പുള്ളി സ്പെഷ്യൽ പെർമിഷനിൽ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ട്രിവാൻഡ്രത്ത് വന്ന് സ്പെഷ്യൽ കാറിൽ പ്രിവിലേജോടെ നേരെ ആ സ്ഥലത്ത് വന്ന് ചവറയിൽ വന്ന് അവിടുന്ന് കുറച്ച് മണ്ണ് വാരിക്കൊണ്ട് അങ്ങ് പോയി. മുക്കുവന്മാരിൽ അവിടെ കൂട്ടക്കളിയാക്കാറ്. അദ്ദേഹം അത് ബോംബെയിലെ ഭാമ അറ്റമിക് റിസർച്ച് സെന്ററിന്റെ ലബോറട്ടറിയിൽ പരിശോധിച്ചപ്പോൾ തിരിച്ചറിഞ്ഞു അവിടുത്തെ മണ്ണിന് തോറിയം സമ്പുഷ്ടമായ അറ്റമിക് തോറിയം സമ്പുഷ്ടമായ മണ്ണിലുണ്ടെന്ന്. ഒരേ മണ്ണ് മുക്കുവൻ അതെന്തായി മാറി? മീൻ വേഗത്തിലുണങ്ങാൻ കിട്ടിയ മണ്ണ്. അത് റിസർച്ച് ചെയ്തപ്പോൾ, ഹലോ നിങ്ങൾ എന്തുകൊണ്ടാണോ? ഇതാണ് സെർച്ചും റിസർച്ചും തമ്മിലുള്ള വ്യത്യാസം. പിടികിട്ടുന്നുണ്ടോ? ദൈവശാസ്ത്രത്തിൽ ഞങ്ങൾ എന്ത് പഠിപ്പിക്കുകയാണ്? റിസർച്ച് ചെയ്യുക. ഓക്കെ, തിരുവനന്തപുരത്ത് നത്തളവ് വായിക്കുന്നു. ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം. ലൂക്കോസ് എഴുതിയ ആള് നമുക്കറിയാം. ഹി വാസ് എ ഡോക്ടർ. ഹി വാസ് പ്രൊഫഷണലി എ ഡോക്ടർ. ആരായിരുന്നു അദ്ദേഹം? ലൂക്കോസ് ആരായിരുന്നു? ഒരു ഡോക്ടറായിരുന്നു. ഹി വാസ് എ ഡോക്ടർ. യേശുവിന്റെ ചരിത്രം എഴുതാൻ നേരത്തെ താൻ ഉപയോഗിച്ച പദങ്ങൾ 2-3 വാക്യങ്ങൾ. 3 വാക്യങ്ങൾ. നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ടും. കേട്ടോ പദങ്ങൾ? സൂക്ഷ്മമായി പരിശോധിച്ചിട്ടും എനിക്കും തോന്നിയിരിക്കുന്നു. അപ്പൊ അത് കണ്ടോ? എന്താണ് ഇത്? തിയോളജി എന്ന് പറയുന്നത് എന്താണ്? അത് അങ്ങനെ തന്നെയോ എന്ന് ആദ്യമായി വന്ന സഹോദരന്മാരുടെ ഒരു മാർക്ക് വേണ്ടി മാത്രം ഒന്ന് കൈവർത്തി. ആദ്യമായിട്ട് വന്നവര് ഞാനൊരു 5 ചോദ്യം ചോദിക്കും. വളരെ സിമ്പിളാണ്. എന്നെ ഒന്ന് ശ്രദ്ധിച്ച് ഉത്തരം പറയുന്നു വേണ്ട. യേശു എത്ര ആണിമേലാ തൂങ്ങിയത്? 3 ആണിമേൽ. നമ്മൾ തിരിച്ച് തിയോളജിയിൽ ചോദിക്കുന്നു എവിടെ എഴുതിയിരിക്കുന്നു? അപ്പൊ നമുക്ക് മനസ്സിലായി വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല. 3 ആകാനാണോ സാധ്യത? 4 ആകാനാണോ സാധ്യത? 2 കൈയും 2 കാലോടെ ചേർന്ന് എത്ര വരും? 4 അല്ലേ? അപ്പൊ 3 പറഞ്ഞാൽ നമുക്ക് കുഴപ്പമല്ലോ ഉണ്ടോ? 3 പറഞ്ഞിട്ട് കുഴപ്പമല്ലോ ഉണ്ടോ? ഇല്ല. 4 ആയതുകൊണ്ട് കുഴപ്പമല്ലോ ഉണ്ടോ? ഇല്ല. ആണിയെ തോന്നുന്നുള്ളൂ അല്ലേ? യേശുവിനെ കാണാമെന്ന വിദ്വാൻമാരെത്ര ഫ്രണ്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞേ? പൊന്നും ഒരു കുന്തിരിക്കുമായിട്ട്. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് എത്രാം ദിവസമാ? 3-ാം ദിവസം. അവരോട് ചോദിക്കണേ എവിടാ എഴുതിയിരിക്കുന്നതെന്ന്. വളരെ സിമ്പിളായ കാര്യമായി ഇതൊക്കെ. അവരോട് ചോദിക്കണേ ഇതെവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ പ്രസംഗിക്കുമ്പോൾ സോറി പ്ലീസ് ഇതെവിടെ എഴുതിയിരിക്കുന്നത്? അന്ന് തന്നെ യേശു ചെയ്തത്. അങ്ങനല്ല. 3-ാം ദിവസം അല്ല. ഹലോ, ഇത്രയും വളരെ കൊച്ചു കാര്യം നമ്മൾ ഒത്തിരി വട്ടം കേട്ട കാര്യം ഇത്രയും പറഞ്ഞത് തന്നെ തെറ്റായിരുന്നു അല്ലെ? അബദ്ധങ്ങളായിരുന്നു അല്ലേ? അപ്പൊ നമ്മളിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അറിയാതെ പരമ്പരാഗതമായി തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ 1000 കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. അതുകൊണ്ട് ക്രമമായി പഠിക്കുക, സാവകാശം പഠിക്കുക. പാസ്റ്റർ ലാസർ അദ്ദേഹം ഓർമ്മിപ്പിച്ചതുപോലെ മെമ്മറൈസ് ചെയ്യുക. ഒരു സ്റ്റുഡന്റിന്റെ കയ്യിൽ എപ്പോഴും ഒരു പുസ്തകം ഒരു ബുക്ക് ഉണ്ടായിരിക്കണം, ഒരു പേന ഉണ്ടായിരിക്കണം. ഇൻഫർമേഷനാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ? ശാനനിദ്ര, മിതാകാരം, അല്പവസ്ത്രം, വിദ്യാർത്ഥി ലക്ഷ്യം. പിന്നെന്താണ്? കാകദൃഷ്ടി. വിദ്യാർത്ഥി ലക്ഷ്മി. എപ്പോഴും അന്വേഷണ തൃഷ്ണയോടെ ആയിരിക്കുക. എനിക്കറിയാം, ഒന്നറിയാം, അധ്വാനത്തിന് ഫലമുണ്ടാകും. ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭകരമായ ഒരു അനുഗ്രഹീതമായ ജൈത്രയാത്ര ചെയ്യുന്നു. അറിവിന്റെ നിധികളും അനുഭവങ്ങളുടെ സമ്പത്തുമാണ് ഈ ഇരിക്കുന്ന ദേവദാസന്മാർ. അവരുടെയൊക്കെ അനുഭവങ്ങളും അറിവുകളും അനുഗ്രഹീതപ്പെട്ട ഒരു നേതൃത്വമാണ് നിങ്ങൾക്കിട്ടിരിക്കുന്ന ഇന്റർനാഷണൽ ഫെസിലിറ്റിയാണ്. ഞാൻ 10ഓളം ബൈബിൾ കോളേജിൽ ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം. ഞാൻ ഉറപ്പായിട്ട് പറയുന്നത് വളരെ സൂപ്പർ ഫെസിലിറ്റിയാണ് നമ്മുടെ കോളേജ് തരുന്നത്. അതുകൊണ്ട് ഒരു ക്ലാസ് പോലും മിസ്സാക്കരുത്. പ്ലീസ് ലെറ്റ് us close together. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പുതുതായിട്ട് കടന്നു വരും.
പല കാര്യങ്ങളും ഓർമ്മിപ്പിച്ചു, വളരെ സ്ട്രിക്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓർമ്മിപ്പിച്ചു. എന്നാൽ ഓർമ്മിപ്പിച്ചെങ്കിൽ തന്നെയും ഞങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള നിങ്ങളുടെ ഏത് വിഷയത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നവരാണ് ഉള്ളത്. അല്ലാതെ ഓർമ്മിപ്പിച്ചത് രാത്രി എപ്പോഴെപ്പോഴുള്ള അന്നൊന്നും തന്നെ എല്ലാം കയറി നിങ്ങൾക്ക് തന്നെ ഉണ്ടല്ലോ. കാരണം കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞാലും 7-8 സബ്ജക്ട്സ് എഴുതാത്തവരെ അവസാനം എഴുതിപ്പിക്കാൻ ഞങ്ങളുടെയും കൂടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറി. അവരുടെ കൂടെ വന്നിരിക്കണം, എഴുതിക്കണം, ഹോള് വേണം, ഇൻവിജിലേറ്റർ വേണം, മാർക്ക് ചെയ്യുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഉറപ്പിച്ചത് ആ സമയത്ത് പെൻഡിങ് വെക്കാൻ. ഇപ്പോഴും അങ്ങനെയല്ലോ, നമ്മൾ ബാക്ക്ലോഗ് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടില്ല. കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഈസിയാണ്. അതുകൊണ്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ എന്തെങ്കിലും ആവശ്യമായി നാട്ടിൽ പോകേണ്ടി വന്നു, പ്രിസ്ക്രൈബ്ഡ് ലീവ് ഫോം തന്നെ ഇവിടെ ഉണ്ടാകും. മുൻകൂട്ടി അത് വാങ്ങിച്ച് ഫില്ല് ചെയ്ത് പെർമിഷൻ എടുത്ത് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ 10% മാർക്ക് റിഡക്ഷൻ വരത്തില്ല, പെനാൽറ്റി ഇല്ല. അല്ലാത്തത് അതാത് ദിവസമായി തന്നെ എഴുതുന്ന അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് നമുക്ക് BGHനെ സംബന്ധിച്ച് 29 സബ്ജക്ട്സ് ഉണ്ട്. 27 സബ്ജക്ട്സ് ബുക്സ് പഠിക്കാനുണ്ട്. അതുപോലെ 2 പ്രാക്ടിക്കൽ, പ്രസംഗശാസ്ത്രം പ്രാക്ടിക്കലും ഉണ്ട്. അതുപോലെ സുവിശേഷ ഇവാഞ്ചലിസത്തിന്റെ പ്രാക്ടിക്കൽ ഉൾപ്പെടെ 29 ബുക്സ് ആണ് BGH ഉള്ളത്. MDUവിന് 3 വർഷത്തെ കോഴ്സ് വരുമ്പോൾ 24 ബുക്സ് വരുന്നു. പ്ലസ് ഫീസ്, അസസ്മെന്റ്സ് ഉണ്ട്, അസൈൻമെന്റ്സ് ഉണ്ട്. അതൊക്കെ അപ്പോഴാണ് ടീച്ചേഴ്സ് ശ്രദ്ധിച്ചാൽ മതി. പറഞ്ഞ പോലെ വളരെ അറിവിന്റെ വലിയ നിഗൂഢമായ അറിവുകളുള്ളവരാണ്. ട്രെയിൻ യു, വി വിൽ ട്രെയിൻ യു. ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളൊരു ഫാമിലിയാണ്. അതുകൊണ്ട് ഇതിന്റെ അതിൽ നിന്ന് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. വളരെ പഞ്ചറാണ്, ബി പഞ്ച് വളരെ അത്യാവശ്യമാണ്. അനുഭവത്തിലൂടെ പാസ്റ്റർ ഓർമ്മിച്ചു, പാസ്റ്റേഴ്സിലൂടെ ഓർമ്മിച്ചു, എല്ലാം പറഞ്ഞതാണ്. അനുഭവങ്ങളിലൂടെ പറയുന്നതാണ്. നിങ്ങൾ അതാത് ദിവസങ്ങളിലുള്ള കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അവർക്ക് പറയത്തില്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോയിട്ട് ഒരുപാട് പറയത്തില്ലേ, അന്നെന്നുള്ള അപ്പം തന്നെ വായിച്ച് പഠിച്ചിട്ടേ പോകാവൂ, അല്ലെങ്കിൽ അപ്പോഴത് ഈസിയാണ്. സെയിം തിങ് നമ്മൾ അവരോട് പറയുന്നത് നമ്മളൊന്ന് അപ്ലൈ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ അവർ കേൾക്കത്തില്ല. പറഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അവർ കേൾക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകുന്നത് വളരെ സഹായകരമാകും. നമുക്ക് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പ്രാക്ടിക്കലി പല കാര്യങ്ങളുണ്ട്. ക്യാമ്പുകളിലൊക്കെ നിങ്ങളെ ക്യാമ്പുകളിൽ വിട്ട് അവിടെ ട്രെയിനിങ് തരും. അവിടെ പോയി സുവിശേഷീകരണത്തിനുള്ളത് അവിടെ സൗകര്യങ്ങൾ ഉണ്ടാക്കി തരും. അതൊക്കെ അനുഗ്രഹമാകും. അതുപോലെ നമുക്ക് സ്റ്റഡി ടൂർസ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയത്, കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റഡി ടൂർ ബൈബിൾ കോളേജിന്റെ ഇവിടെ ഇസ്രയേലിലായിരുന്നു, ഇസ്രയേൽ ടൂറായിരുന്നു. അതുപോലെ എല്ലാ വർഷവും ഓരോ സ്റ്റഡി ടൂർ കാണും. ഏതെങ്കിലും സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചുള്ള സ്ഥലങ്ങൾ, സുവിശേഷീകരണത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒരുപക്ഷെ ഈ പ്രാവശ്യം ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയോ നേപ്പാളോ കർണാടക അങ്ങനത്തെ ഏതെങ്കിലും സ്ഥലങ്ങൾ നമുക്ക് പോകണം. സുവിശേഷീകരണത്തിനാണ് പോകണം. പല കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിച്ച് അത് ചെയ്യാം. പിന്നെ ഇവിടെ ചാപ്പൽ സർവീസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് തന്നെ ട്രെയിനിങ് ലഭിക്കും, പ്രസംഗിക്കാനുള്ള അവസരം ലഭിക്കും, ലീഡ് ചെയ്യാനുള്ള അവസരം ലഭിക്കും. അതിനുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് തരും. ചാപ്പൽ സർവീസ് വൺസിന്റെ എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ ഇനി അനേക കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് മിക്കവാറും കാര്യങ്ങളൊക്കെ ഈ വർഷം ഞങ്ങളിത് പറയുക മാത്രമല്ല, അത് ഞങ്ങൾ പ്രിന്റ് ചെയ്ത് അതിന്റെ നിയമാവലികളൊക്കെ നിങ്ങളെ എത്തിക്കാം. സിലബസുകൾ പ്രിന്റ് ചെയ്ത് തന്നെ അവിടെ ഉണ്ട്, അത് നിങ്ങൾക്ക് ലഭിക്കും. ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഈ പറഞ്ഞ ഫുൾ ടൈം ഉള്ള ദേവദാസന്മാരുടെ ഫാക്കൽറ്റി ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് BGHനോട് MDUവിനുമുണ്ട്. കുറച്ചുകൂടെ സമയം അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയും. നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യും, നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്. അതാ പറഞ്ഞത്. ഇവിടെയുള്ള ദേവദാസന്മാർ മാത്രമല്ല, നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ ദൈവനം പഠിപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുവാൻ ഈ കോളേജിൽ പഠിക്കുന്നത് വളരെ പ്രയോജനകരമാകുവാൻ ഉപയോഗിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഏറെ കാര്യങ്ങൾ ഇനിയും പറയാനുള്ളത് അവകാശം പിന്നീട് പറഞ്ഞോളാം. 8 മണിക്ക് വർഷിപ്പ് സ്റ്റാർട്ടിംഗ് ജോസ് അതിന്റെ ഇൻചാർജുകളുണ്ട്. അതും നമുക്ക് ബൈബിൾ കോളേജ് BGHന്റെ പ്രത്യേകിച്ച് ഇവിടുത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ട് വിത്ത് വർഷിപ്പ് എക്സാക്ട് 8 മണിക്കാണ് തുടങ്ങും. അത് 8:15 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിനു മുമ്പ് നിർബന്ധമായി വരണം. അത് കഴിഞ്ഞ് ഈ ക്ലാസ് തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്തത്. ആ വർഷിപ്പ് സെഷൻ വളരെ അനുഗ്രഹം. അതുകൊണ്ട് ഉൾപ്പെടെ പങ്കെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ MDUവിനും വർഷിപ്പ് സെഷൻ അവിടെയും ഉണ്ട്. സ്റ്റാർട്ട് വിത്ത് ദ വർഷിപ്പ് സെഷൻ. അതുകൊണ്ട് ആ സമയം അതിനെ ചുരുക്കം സമയങ്ങളല്ലോ എല്ലാം തക്കത്തിൽ ഉപയോഗിക്കാൻ ദൈവനാമത്തിൽ ഓർമ്മിക്കുന്നു. കർത്താവിനെ സഹായിക്കും. നിങ്ങൾക്ക് സംശയങ്ങൾ ഒരുപക്ഷെ പലരും കാണുമായിരിക്കാം. ഇപ്പൊ ഇമ്മീഡിയറ്റ്ലി ഉള്ള സംശയങ്ങൾ ഇപ്പൊ ചോദിക്കാം, അല്ലെങ്കിൽ ഞങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്.
അത്യാവശ്യമായിട്ട് നിങ്ങൾ പുതിയ എന്തെങ്കിലും അടുത്ത ക്ലാസ് തുടങ്ങുന്ന വെനസ്ഡേ MDയുടെയും BTയുടെയും രണ്ടിന്റെ റെഗുലർ ക്ലാസ് നെക്സ്റ്റ് വെനസ്ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ബുക്സ് എല്ലാം റെഡിയാണ്. അടുത്ത ക്ലാസ് BTHന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാസ്റ്റർ ടൈറ്റസ് ജോൺസനാണ്. അതുപോലെ MDയുന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാസ്റ്റർ സൈമൺ ചാക്കോയാണ്. എല്ലാ കാര്യങ്ങളും ബുക്സ് ഉൾപ്പെടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സപ്പോർട്ട് തരുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് തരാം. എല്ലാ രീതിയിലും അതേപോലെ വളരെ ഫ്രണ്ട് വി ആർ വിത്ത് യു പറയുന്നത് അതുപോലെ ശ്രദ്ധിക്കുകയും സഹകരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ദൈവനാമത്തിന് അനുഗ്രഹമാകും. കർത്താവിനെ സഹായിക്കുന്ന അനുഗ്രഹിക്കുന്നത് നമുക്ക് സമയം അതിക്രമിക്കുന്നല്ലോ. ചുരുക്ക സമയങ്ങളിൽ താങ്ക്സ് പറയാനായിട്ട് ബോർഡ് നമുക്ക് വർഷ സഭ കോളേജിൽ ഒരു ബോർഡുണ്ട്. അതിന്റെ ബോർഡ് മെമ്പർ ജോസ് ജോൺ ബോർഡിൽ ചുരുക്ക മിനിറ്റിൽ നന്ദി അറിയിക്കുകയും പിന്നീട് കർത്താവിന്റെ ദാസൻ നമ്മുടെ ഫാക്കൽറ്റിയിലെ സീനിയർ മെമ്പറോടെ ആയിരിക്കുന്ന ഷൈനോജവറുകൾ പ്രാർത്ഥിച്ച ആശീർവാദം യോഗം അവസാനിക്കും. കർത്താവിന്റെ വലിയ തിരുനാമവാഴ്ത്തലുള്ളതായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ മീറ്റിംഗിൽ കൂടുവാൻ ദൈവത്തിന് നല്ല അവകാശമായിട്ട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ചെറുപ്പകാലത്തില് ഈ കല്യാണത്തിന് ഒരു ഫോട്ടോ കൊടുക്കും. ഞാൻ ആ രീതിയിലുണ്ട്. പൊതുജീവിതത്തിലേക്ക് പദമൂന്നിയിരിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ. ഇന്ന് ആദ്യമായി ബൈബിൾ കോളേജിൽ ചേർന്ന പുതിയ ഒരു ജീവിതത്തിലേക്ക് പദമൂന്നിയിരിക്കുന്നതായ നിങ്ങൾക്ക് IPC വർഷിപ്പ് സെന്ററിന്റെ നാമത്തിൽ ബോർഡ് ഓഫ് ഡയറക്ടർ എന്ന നാമത്തിലും എളിയവന്റെ അഭിവാദനങ്ങൾ ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. പ്രിയ റോയിസ് പാസ്റ്റർ ഇതിന്റെ രജിസ്ട്രാറായിട്ടായിരിക്കുന്നു. പുള്ളി 4 കൊല്ലക്കാലം നൈജീരിയയുടെ പ്രദേശങ്ങളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്തതാണ്. അവിടുത്തെ ശിക്ഷാ നടപടികളെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്. നൈജീരിയൻസിനെ പഠിപ്പിക്കുമ്പോൾ സാറുമാരെ വടിയെടുത്ത് അടിക്കാറില്ല, അവർ ചവിട്ടിയെ തൊടിക്കുകയും ചെയ്യും. എന്തായാലും അത് കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ 4 കൊല്ലം പ്രോഗ്രസീവ് സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്തു. പക്ഷെ അവിടെ ഈ പരിപാടി ഒന്നും കാണിച്ചിട്ടില്ല. ഇവിടെ വന്ന ബൈബിൾ കോളേജിന്റെ ഇൻചാർജായി. ഇവിടെ അതിലും സ്നേഹമായിട്ട് നിങ്ങളെല്ലാം കാണുന്ന കാര്യങ്ങളാണ്. അതുപോലെ എല്ലാ ഫാക്കൽറ്റീസും ഫസ്റ്റ് വിൽസൺ ജോസഫ്, ഫസ്റ്റ് എല്ലാവരും വളരെ സ്നേഹമായിട്ട് നിങ്ങളോടും 1-2 സീക്രട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും പഠിക്കുന്ന സമയത്ത് പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും അത് പഠിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് എടാ മണ്ട നീ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് അവന്റെ തലയെ കൈവച്ച് ശാസിക്കുകയല്ല വേണ്ടത്. അവനോട് പറഞ്ഞിട്ട് അവൻ പഠിക്കുന്ന വിഷയത്തിൽ അവന് ഇഷ്ടമുള്ള അറിയാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവരോട് ചോദിച്ചു മോനെ ഇതിന്റെ ഉത്തരം എന്തോന്ന് ചോദിച്ചാൽ അവൻ പെട്ടെന്ന് ചാടി പറയും. അങ്ങനെ അവനെ കൊണ്ട് പറയാം നീ പഠിക്കത്തില്ലെന്ന് ആരാ പറയും? നീ മിടുക്കന. അവര് 100 വട്ടം അവനോട് പറയും നീ മിടുക്കൻ. അങ്ങനെ പറഞ്ഞാൽ അവൻ പഠിക്കും, അവൻ ശ്രദ്ധിക്കും. ടീച്ചേഴ്സിന്റെ സ്നേഹം അവന് കിട്ടിയാൽ അവൻ പഠിക്കും. നമുക്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തില് വിജയത്തിന് വേണ്ടി അത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഹൃദയമായി വെക്കണം. ഇപ്പം ഒരു ബസ് യാത്രയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ തിരക്കുള്ള സമയങ്ങളിൽ ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് ഒരു മനുഷ്യൻ കാത്തു നിന്നു. ബസ് വന്നു, എല്ലാവരെയും ഇടിച്ചു തള്ളി പുള്ളി ബസ്സിനുള്ളിൽ കയറി. പുള്ളി കയറി കഴിഞ്ഞിട്ട് നേരെ ഡ്രൈവറിന്റെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞ് കൊച്ചു വർത്താനം ലോക്യവും സ്നേഹവും സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് പുള്ളി പറഞ്ഞു, സാറേ ഇനിയും വണ്ടി നിർത്തണ്ട, നമുക്ക് അടിച്ചു വിട്ടു പോകാം. വഴി നിൽക്കുന്നവരൊക്കെ അവിടെ നിൽക്കട്ടെ. അനേക കുടുംബങ്ങള് കുഞ്ഞുങ്ങളുമായിട്ട് കയറാനും ലഗേജുമായിട്ട് കയറാനും പലരും അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഈ ഡ്രൈവറോട് ഇദ്ദേഹം പറഞ്ഞത് ഇനിയും നിർത്തണ്ട. ഇതെല്ലാം കൂടെ കയറി കഴിഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് യാത്ര. ഇനി അഴിച്ചു വിട്ട് നിലനിർത്തി എന്നിട്ട് നിർത്തിയാൽ മതിയത്. നമ്മൾ സുവിശേഷ രംഗത്തായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ രക്ഷകനായി സ്വീകരിച്ച് നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ അനേകര് നമ്മൾ സറൗണ്ടിങ്സിൽ നോക്കണം. പല രീതിയിലെ പ്രയാസങ്ങളിൽ ദൈവത്തെ അറിയാത്ത അനേകർ ഇവിടെ കാവല് നിൽക്കുന്നുണ്ട്. അവരുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. അവരോട് നമ്മൾ സുവിശേഷം പറയണം. അവരെ നമ്മളെ കൈത്താണം.
അവരെ ദൈവസന്നിധിയിൽ കൊണ്ടെത്തിക്കാനുള്ള ഒരു പൂർണ്ണ ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. സ്വാർത്ഥരാവരുത്. യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സ്വീകരിക്കും. അതിനകത്ത് ഞാനും എൻ്റെ കുടുംബവും മാത്രം യഹോവയെ സേവിക്കുമെന്നല്ല അതിൻ്റെ മീനിങ്. ഞാൻ ആരൊക്കെ എവിടെ പോയാൽ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇത്രയും സമയം അനുഭവിച്ചു കാണാം. എല്ലാവർക്കും എൻ്റെ നന്ദിയെ രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ അനുമോദനങ്ങളും നൽകിക്കൊണ്ട് എൻ്റെ ചെറിയ വാക്കിൽ നിന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മറ്റു അനൗൺസ്മെന്റോടെ പ്രധാനമായി എല്ലാ ക്ലാസ് കഴിഞ്ഞിട്ടും ഇവിടെ നമുക്ക് ടീം റിഫ്രഷ്മെന്റും ഉണ്ട്. സാബു സൈഡ് നമുക്ക് ചായയും സ്നാക്സും ഉണ്ട്. ഇവിടെ ഒരു പാട്ട് പാടിയ മോള് റിൻസി സിനിറോയ്, റീസ സിനിറോയ്, യു റിയലി മിനിസ്റ്റർ ടു അവർ ഹാർട്ട്. ഇറ്റ് വാസ് എക്സലന്റ്. ഞങ്ങളുടെ ഹൃദയത്തോടെ വളരെ ടച്ച് ചെയ്തു. നമുക്കറിയാം ഗ്ലാഡിസ് ടൈംസ് തന്റെ ഭർത്താവിന്റെ 2 കുഞ്ഞുങ്ങളെയും ഡെഡ് ബോഡി ചെതയിലേക്ക് എടുത്തു വെക്കുന്നതിന് തൊട്ട് മുമ്പ് പാടിയ വരിയാണത്. അവർ റിപ്പീറ്റ് ചെയ്ത് വരിക. റിയലി മീൻ ടു us love. താങ്ക് യു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷൈൻ നയനാൻ മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം. ഷൈൻ വെച്ച് നയനാൻ നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് വയ്ക്കാം. വളരെ പ്രാർത്ഥന സമർപ്പിക്കാം. തുടർന്നുള്ള എല്ലാ പ്രശ്നങ്ങളും ധന്യമാകേണ്ട നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെയും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ക്രിസ്തുവേശുവിൽ കൂടെ ദിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, ഈ രാത്രിയിൽ തിരുമുൻപാകെ അടുത്ത് വരുവാൻ ദൈവം നൽകുന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഈ കഴിഞ്ഞുപോയ പകൽ നദിയോളം ദൈവത്തിന്റെ അളവറ്റ കൃപ ഈ പട്ടണത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഈ ദേശത്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാൻ ദൈവം ഇവിടുന്ന് ഇടയാക്കി. കർത്താവ് ലോക സ്ഥാപനം മുതലേ അവിടുത്തെ കണ്ട് ഞങ്ങളെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ ഞങ്ങളെക്കുറിച്ചെല്ലാം അവിടുത്തെ പുസ്തകത്തിൽ എഴുതി വെച്ചത് ഞങ്ങൾ ഇന്ന് രാത്രി നന്ദിയോടെ ഓർക്കുന്നു. ഇങ്ങനെ കർത്താവെ ഈ രാജ്യത്ത് വർഷിപ്പ് സെന്റർ കോളേജ് ഓഫ് തിയോളജി ചില വർഷങ്ങൾക്ക് മുൻപ് ആരംഭിക്കാൻ തക്കവണ്ണം ദൈവത്തിന് ഉണ്ടായതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇതിന്റെ ആരംഭം മുതൽ ഇന്നുവരെ ദൈവത്തിന്റെ മഹാസാന്നിധ്യവും അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തിയും കർത്താവ് ചെയ്തതോർത്ത് ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ഈ രാത്രി സ്തുതിക്കുന്നു. കർത്താവ് ഒരു പുതിയ അധ്യയന വർഷം കൂടെ ഈ ദിവസം ആരംഭിക്കത്തക്കവണ്ണം ദൈവം അവിടുന്ന് മനസ്സിലിന്റെ നോർത്ത് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കർത്താവെ, ഇവിടെ പുതിയതായി ചേർന്ന എല്ലാവരെയും ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഇവിടെ ദൈവത്തിനെ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ അങ്ങയുടെ ദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഇവിടെ പഠിച്ച് ദൈവത്തിന്റെ വേദിയിലായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുന്നു. കർത്താവ് ഞങ്ങളോട് ചെയ്തതെല്ലാം ഞങ്ങൾ നന്ദിയുള്ളവരായി ഓർക്കുന്നു. കർത്താവ്, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരുടെ ചുരുക്കം. ആമേൻ. സ്തോത്രം. എന്നാൽ കൊയ്ത്തിന്റെ യജമാനനോട് ഇടങ്ങളിൽ വേലക്കാരെ അയപ്പാൻ ഞങ്ങളെ ഒരുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അവസരങ്ങളും ഞങ്ങൾ ഉപയോഗിപ്പാൻ ഇതിനങ്ങളിൽ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. കർത്താവ്, ഈ സ്ഥാപനത്തെ പൂർത്തിയാൽ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രാവശ്യം കൂടെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ഇവിടെ വചനം അഭ്യസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആർക്കും കർത്താവ് ഒരു മെയ്കയിലോ സ്തോത്രം മറ്റു പ്രയാസങ്ങളോ ഒന്നും ഒരു രീതിയിലും ഉണ്ടാകാതെ ആരംഭം കുറിച്ച ദൈവം അവസാന നിമിഷം വരെയും അത്ഭുതകരമായവരെല്ലാം സഹായിപ്പാൻ ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ സംഭാഷണക്കായി, റോയ് പാസ്റ്റർക്കായി, സൈമൺ പാസ്റ്റർക്കായി, ടൈറ്റസ് പാസ്റ്റർക്കായി, മറ്റ് അങ്ങനെ വിശുദ്ധ ദാസന്മാർക്കായി, ഇതിന്റെ ചുമതല വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഈ രാത്രി പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവരും ദൈവാത്മാവിനാണ് നയിച്ചാണ്. ഞങ്ങൾക്ക് ഈ രാത്രി തന്ന നല്ല അനുഭവത്തിനായി സ്തോത്രം. ഈ ദിനങ്ങളിൽ കർത്താവിന്റെ വചനം അഭ്യസിച്ചുകൊണ്ട് കർത്താവെ അങ്ങയുടെ പാത പിന്തുടർന്നുകൊണ്ട് നല്ലവനും വിശ്വസരമായ ദാസി എന്നുള്ള വിളി കേട്ടുകൊണ്ട് അങ്ങയുടെ വചനത്തോട് ഒന്നും കൂട്ടിച്ചേർക്കാതെ നിർമ്മല മനസാക്ഷിയോടെ ദൈവത്തെ സ്നേഹിപ്പാൻ എളിവരെ ഓരോരുത്തരെ സഹായിക്കണം. വരവിനെ ഒരിക്കലും പ്രത്യാശയൊന്നും പറഞ്ഞാണ്. യേശു ക്രിസ്തുവിൻ തന്നെ നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കണം പിതാവേ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാൻ വീഴാതെ നമ്മെ സൂക്ഷിച്ചതിന്റെ മഹിമാസന്നതയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കാവൽ സൂക്ഷിക്കും. എല്ലാവരുടെ മേലും
ഈ കോളേജിന്റെ എപ്പോഴും കർത്താവിന്റെ മേഘപ്രത്യക്ഷതയിലേയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും കൂടി നന്ദി. അടുത്ത ആഴ്ച തന്നെ ക്ലാസ് ആരംഭിക്കണമെന്ന് ഓർമ്മിച്ചൊരു ദയവായിട്ട് ആർക്കെങ്കിലും കോളേജിൽ ചേരുവാൻ താല്പര്യപ്പെടുന്ന